to Exam Point. A warm good evening for all. അപ്പോൾ എല്ലാവരും നാളത്തെ ക്ലാസ് 7ന്റെ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ? ടീച്ചർക്ക് അറിയാം നിങ്ങൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ചെറിയ ചില ഡൗട്ടുകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇന്ന് എക്സാം പോയിന്റ് നിങ്ങളുടെ ആ ഡൗട്ടുകളെല്ലാം തീർക്കാനായിട്ട് ഒരു ലൈവ് സെഷനാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ലൈവ് സെഷൻ കേൾക്കാനായിട്ട് എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം അല്ലേ, ഇങ്ങനെ ഒരു ലൈവ് സെഷൻ ഉണ്ടെന്ന്. സോ വാട്ട് യു വാണ്ട് ടു ഡു ഇസ് നിങ്ങൾ നിങ്ങളുടെ ലിങ്ക് എന്ത് ചെയ്യുക, ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെയും ഡൗട്ടുകൾ ക്ലിയർ ആവും. അപ്പം നമുക്ക് നാളെ കോപ്പി അടിച്ചൊന്നും അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചൊന്നും എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ റെഡി അല്ലേ എല്ലാവരും? ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുകയാണ് എന്ന് ടീച്ചർക്ക് അറിയാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കാം. ഫൈൻ, നമ്മുടെ ഗൈഡ് വാങ്ങിയ ആർക്കും അധികം ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ടീച്ചർക്ക് അറിയാം. കാരണം നമ്മുടെ ഗൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം പോയിന്റിന്റെ ഗൈഡിൽ എല്ലാ ക്വസ്റ്റ്യൻസും മോർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് അതെല്ലാം റെഫർ ചെയ്തവരുണ്ടാവും. പക്ഷേ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് വാങ്ങാൻ മിസ്സായി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യുന്നത്? യെസ്, നാളത്തെ എക്സാമിന് വേണ്ടി സെയിം എക്സാം പോയിന്റ് നിങ്ങൾക്ക് ലൈവ് സെഷൻ തരികയാണ്, റൈറ്റ്? അപ്പൊ ഗൈഡ് ഉള്ളവർ നമ്മുടെ ഗൈഡൊക്കെ തുറന്നു വെക്കുക, നോട്ടൊക്കെ എടുക്കുക. ഗൈഡ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ? അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിരിക്കുകയായിരിക്കും എന്ന് ടീച്ചർക്ക് അറിയാം. എന്നാലും ടീച്ചർ ചെറുതായിട്ട് എല്ലാ പോർഷൻസിലെയും മെയിൻ കണ്ടന്റുകളും അതേപോലെ തന്നെ നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നാളത്തെ എക്സാം കഴിഞ്ഞ് വരുന്ന വെക്കേഷൻ്റെ ആ ഒരു ത്രില്ലായിരിക്കും എന്ന് ടീച്ചർക്ക് അറിയാം. പക്ഷെ വെക്കേഷൻ ആവണമെങ്കിൽ നാളത്തെ എക്സാം കഴിയണമല്ലോ, അതും നമ്മുടെ സോഷ്യൽ എക്സാം അല്ലേ? നമുക്കറിയാം നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ? ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നമ്മൾ ഇന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് പോവാനായിട്ട് പോകുന്നത്, റൈറ്റ്? എല്ലാവരും ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്, റൈറ്റ്? സോ നമുക്കറിയാം നമുക്ക് എക്സാമിന് നാളെ 4 മെയിൻ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അല്ലേ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ? മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്കുണ്ട്. ദെൻ മിഡീവിയൽ ഇന്ത്യ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. മിഡീവിയൽ ഇന്ത്യയും നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ചും പറയുന്ന ഒരു അധ്യായം നമുക്കുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്. ഓക്കെ, നമ്മുടെ ജനാധിപത്യത്തിനെ കുറിച്ചൊക്കെ പറയുന്ന, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ് അല്ലേ? എന്താണ്? അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന് പറയുന്ന മാർജിനലൈസേഷൻ, അരികുവൽക്കരണത്തിനെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്കുണ്ട്. 4ഉം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ആ സിമ്പിൾ ചാപ്റ്ററിനെ വളരെ ലിമിറ്റഡ് ടൈമിൽ എങ്ങനെയാണ് കണ്ടന്റും അതിൽ നിന്നും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും വരുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, റൈറ്റ്? സോ let's start with our first chapter, that is medieval India. നമ്മൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവിയൽ ഇന്ത്യയിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. യെസ് ജോസ്നി, ഹായ്. എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഐ എം വെരി ഹാപ്പി. എല്ലാവരും ഉണ്ട് അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമൻറ്റ് ബോക്സ് നമ്മൾ എന്തിന് യൂസ് ചെയ്യണം? യെസ്, നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. നമുക്ക് വളരെ കുറച്ച് സമയമാണ് നമ്മുടെ എക്സാം അല്ലേ? എക്സാം നാളെയാണ്, നമുക്ക് ഒരുപാട് ദിവസമൊന്നും കയ്യിലില്ല. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക, റൈറ്റ്? അപ്പോൾ ടീച്ചർ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും തോന്നുകയാണെങ്കിലോ, പെന്ന് ക്ലിയർ അല്ലെങ്കിലോ, എഴുതണ റൈറ്റിങ്സ് ക്ലിയർ അല്ലെങ്കിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രിപ്പയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഇടണം.
Okay, so we are moving to the first chapter, that is medieval India, മധ്യകാല ഇന്ത്യ. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ടീച്ചർക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ ബാഹുബലി മൂവി ഇല്ലേ, ബാഹുബലി മൂവിയിലെ ആ ഒരു കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ആനയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ, അങ്ങനത്തെ ഒരു പിക്ചറാണ് ടീച്ചർക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കും ചിലവർക്ക് അത് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? ആസ് ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ചാപ്റ്റർ പോകുന്നത്. ഇത് എന്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പറയുന്നത്? വലിയ രണ്ട് സാമ്രാജ്യ ശക്തികളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയണത് അല്ലേ? വലിയ രണ്ട് സാമ്രാജ്യ ശക്തികളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയണേ. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഏത് സാമ്രാജ്യത്തിനെ കുറിച്ചാണ്? മുഗൾ എംപയറിനെ കുറിച്ചാണ്. ഏത് സാമ്രാജ്യമാണ്? മുഗൾ എംപയർ. ഓക്കെ, രണ്ടാമത് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ രണ്ട് കാര്യങ്ങളാണ് മുഗൾ രാജവംശവും അതേപോലെ തന്നെ വിജയനഗര രാജവംശവും. മറക്കില്ലല്ലോ? ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Medieval India saw the rise of two powerful empires, the Mughal Empire in the north and the Vijayanagara Empire in the south. Okay, medieval India, മധ്യകാല ഇന്ത്യ, രണ്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, ടീച്ചർ അതിനെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിരുന്നു, കാരണം ഇവിടുത്തെ ആർക്കിടെക്ചർ. ഓക്കെ, ഈ രണ്ട് സാമ്രാജ്യ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന വാസ്തുവിദ്യകൾ എന്ന് പറയുന്നത് ഭയങ്കര എടുത്തു പറയേണ്ട കാലഘട്ടം. അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ, ശക്തിയേറിയതും അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളും എന്ന് ടീച്ചർ ഉദ്ദേശിച്ചത് നമ്മുടെ അതിന്റെ ആർക്കിടെക്ചറെ കുറിച്ചാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. റൈറ്റ്, ഓക്കെ. സോ മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് രണ്ട് മേജർ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ സാമ്രാജ്യം മുഗൾ രാജവംശമായിരുന്നു. ഈ മുഗൾ രാജവംശം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റിയിരുന്നത്? നോർത്തില്. ഓക്കെ, മുഗൾ എംപയർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റിയിരുന്നത്? നോർത്തിലാണ്. അപ്പൊ ദേ കണ്ടോ, മുഗൾ ഫോർ എൻ, നോർത്ത്, MN. അപ്പൊ നിങ്ങൾ ഇനി മറക്കോ, മുഗൾ എന്നുള്ളത് സൗത്ത് അല്ല, മുകളിൽ നോർത്തിലാണ്. ആൻഡ് ദ വിജയനഗര എംപയർ ഇൻ ദ സൗത്ത്. ഓക്കെ, വിജയനഗര എംപയർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റിയിരുന്നത്? സൗത്തിലാണ്. നമ്മുടെ ഫിലിം സ്റ്റാർ വിജയ് ഒക്കെ എവിടെയാണ്? സൗത്ത്, നമ്മുടെ തമിഴ്നാട് അല്ലെ, സൗത്തിലാണ്, സതേൺ ഇന്ത്യയിലാണ്. അങ്ങനെ നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പൊ മുഗൾ എംപയർ ഓൺ ദ നോർത്ത് ആൻഡ് വിജയനഗര എംപയർ ഓൺ ദ സൗത്ത്. റൈറ്റ്. The Mughal Empire, started by Babur in 1526, grew to be one of the largest empires in India. Okay, known for its grand architecture like Taj Mahal and effective administration under the rulers like Akbar and Shah Jahan. Okay, ഈ മുഗൾ രാജവംശം അല്ലെങ്കിൽ ഈ മുഗൾ എംപയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1526. ഓക്കെ, 1526 ഈ മുഗൾ രാജവംശം തുടങ്ങിയത്. ഈ മുഗൾ രാജവംശത്തിന്റെ ഇതൊരു ലാർജസ്റ്റ് എംപയർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ഗ്രാൻഡ് ആർക്കിടെക്ചർ. ടീച്ചർ ഇപ്പൊ പറഞ്ഞു അല്ലെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാസ്തുവിദ്യകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായ ഒരു സാമ്രാജ്യമായിരുന്നു അത്. ഏതാണ് അതിന്റെ എക്സാമ്പിൾ പറയുന്നത്? താജ്മഹൽ. നമുക്കറിയാം അല്ലെ, മുംതാസും ഷാജഹാനെ ഒക്കെ നമ്മൾ കേട്ടുപോയതാണ്. അപ്പോൾ താജ്മഹൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അല്ലെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോർട്ടാണ് താജ്മഹൽ ഡൽഹിയിൽ. അപ്പോൾ താജ്മഹൽ പോലെയുള്ള വലിയ വലിയ വാസ്തുവിദ്യകള് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ മുഗൾ എംപയർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, ഇവിടെ എന്താണ് പറയുന്നത്? ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടായിരുന്നു. ആരുടെ അണ്ടറിലായിരുന്നു ഈ ഭരണം നടന്നിരുന്നത്? അക്ബറിന്റെയും ഷാജഹാന്റെയും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ആർക്കിടെക്ചറും രണ്ടാമത്തെ കാര്യം എന്താണ്? യെസ്, അഡ്മിനിസ്ട്രേഷൻ, ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, താജ്മഹൽ പോലുള്ള ആർക്കിടെക്ചറും ഷാജഹാനും അക്ബറും പോലുള്ളവരുടെ റൂളിന്റെ അണ്ടറിലായിരുന്നു നമ്മുടെ മുഗൾ സാമ്രാജ്യം എന്ന് നമുക്ക് പറയാം. റൈറ്റ്.
The Vijayanagara Empire was founded in 1336. 1336 വിജയനഗര എംപയർ ഉണ്ടായിരുന്നത്. അപ്പോൾ മുഗൾ രാജവംശത്തിന് മുമ്പ് തന്നെ ഉണ്ടായ രാജവംശമാണ് വിജയനഗര രാജവംശം. ക്ലിയർ അല്ലേ? ഇറ്റ് ബിക്കം ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ഹിന്ദു കൾച്ചർ ആൻഡ് പവർ ഇൻ ദ സൗത്ത്. ഓക്കെ, നമ്മുടെ ഹിന്ദു കൾച്ചറിനെ ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ചെയ്യുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ഹിന്ദു കൾച്ചറിന് പ്രാധാന്യം കൊടുക്കുകയും സൗത്തിലെ വലിയൊരു പവറായി മാറുകയും ചെയ്തിരുന്ന ഒരു രാജവംശമായിരുന്നു വിജയനഗര രാജവംശം. ക്ലിയർ? ദീസ് ടു എംപയർ, ഈ രണ്ട് രാജവംശവും ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ കൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സാംസ്കാരികപരമായിട്ടും പൊളിറ്റിക്സ് രാഷ്ട്രപരമായിട്ടും ആൻഡ് ഹിസ്റ്ററി ഓഫ് മിഡീവിയൽ ഇന്ത്യ, നമ്മുടെ മധ്യകാല ഇന്ത്യയുടെ എന്താണ് രാഷ്ട്രീയത്തിനെയും സംസ്കാരത്തിനെയും എല്ലാത്തിനെയും ഈ രണ്ട് എംപയേഴ്സും നല്ല രീതിയിൽ ബാധിച്ചിരുന്നു എന്നാണ് പറയണത്. ക്ലിയർ? അപ്പൊ നമ്മൾ രണ്ട് എംപയറിനെ കുറിച്ച് പറഞ്ഞു, മുഗളും വിജയനഗരം. മുഗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ അല്ലേ? മുഗൾ എംപയർ എവിടെയാണ്? നോർത്തിലായിരുന്നു. ആൻഡ് വിജയനഗര എംപയർ എവിടെയായിരുന്നു? സൗത്തിലായിരുന്നു. ഫൈൻ. ദെൻ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മുഗൾ റൂളിനെ കുറിച്ചാണ്. മുഗൾ റൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വരണം. അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് നോക്കാം കേട്ടോ. മുഗൾ റൂൾ, റൈറ്റ്? Babur established the Mughal rule in 1526. Okay, 1526 ബാബറാണ് മുഗൾ റൂൾ എന്ത് ചെയ്തിരുന്നത്? യെസ്, തുടങ്ങിയത്. ഓക്കെ, മുഗൾ രാജവംശം തുടങ്ങിയ വ്യക്തി ആരായിരുന്നു? ബാബർ ആയിരുന്നു. The Mughals ruled India till 1857 with ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. എന്താണ്? 1857 വരെ മുഗൾ സാമ്രാജ്യം അവർ ഭരിച്ചിരുന്നു. ഓക്കെ, ഏതായിരുന്നു അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഡൽഹി. അപ്പൊ ഇത് ആലോചിക്കാനുള്ള വഴിയാണ്, നമുക്കറിയാം താജ്മഹൽ നമ്മൾ അവിടെ പറയണത് ഡൽഹിയിലാണ് അല്ലെ? അപ്പോൾ എന്താണ്? മുഗൾസ് ആണ് 1857 വരെ ഭരിച്ചിരുന്നു. ക്യാപിറ്റൽ ഏതായിരുന്നു? ഡൽഹിയിലായിരുന്നു. മാം, ക്യാൻ യു പ്ലീസ് ടെൽ യുവർ നെയിം? മാം, പ്ലീസ് ടെൽ വൺസ് അഗെയിൻ. ഓക്കെ, ഏതാണ് പറയേണ്ടത്? യെസ് ടീച്ചർ, ഇപ്പൊ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു പോയിട്ടുള്ളൂ. ആ കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ബാബറുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്, മുഗൾ എംപയറുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്, അതേപോലെ വിജയനഗരയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഈ കാര്യമല്ലേ അല്ലേ ആൽഫ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ മുഗൾ റൂൾഡ് ഇന്ത്യ ടിൽ 1857. 1857 വരെ നമ്മുടെ മുഗൾ രാജവംശം ഉണ്ടായിരുന്നു. ഓക്കെ, ഡൽഹി ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. In 1575, Akbar built Ibakat Khana in his new capital, Fatehpur Sikri. അപ്പൊ എന്താണ് ഉണ്ടായത്? 1575 അക്ബർ എന്ത് ചെയ്തു? അക്ബർ, നമ്മൾ പറഞ്ഞു മുഗൾ രാജവംശം രണ്ട് പേരുടെ കീഴിലായിരുന്നു റൂളേഴ്സ്. ആരൊക്കെയായിരുന്നു? ഷാജഹാനും അക്ബറും അല്ലെ? അപ്പൊ അക്ബർ ഇബാഖത്ത് ഖാന എന്ന് പറയുന്ന ഒരു സ്ഥലം ബിൽഡ് ചെയ്തു. ഓക്കെ, അതിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ഫത്തേപൂർ സിക്രിയിലായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില പോയിന്റുകളാണ് കേട്ടോ. ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്, മൻസബ്ദാരി, എന്താണ് ആ സിസ്റ്റത്തിന്റെ പേര്? മൻസബ്ദാരി. വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട്. Mansabdari was the military system implemented by Akbar to expand the kingdom as well as to maintain the expanded kingdom. എന്താണ് പറയുന്നത്? മുഗൾ രാജവംശ കാലത്ത് ഇവര് മൻസബ്ദാരി സിസ്റ്റം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. മൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മുഗൾ റൂളേഴ്സിന്റെ മിലിറ്ററിനെയാണ് നമ്മൾ മൻസബ്ദാരി എന്ന് പറഞ്ഞിരുന്നത്. മൻസബ്സ് കേട്ടിട്ടുണ്ടോ? മൻസബ്സ് ഓർക്കുന്നുണ്ടോ? കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൻസബ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആരെങ്കിലും പറഞ്ഞേ നോക്കട്ടെ. മൻസബ്സ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മ വരണില്ല.
ഓക്കെ, ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. മൻസബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൻസബ്ദാരി സിസ്റ്റത്തിലെ മൻസബുകൾ എന്നാണ് പറയുന്നത്. ഓരോ മൻസബിനെയും പേര് കൊടുക്കുന്നത്, റാങ്ക് കൊടുക്കുന്നത് അവർക്കുള്ള കാവൽറി, ഓക്കെ, അവരുടെ കയ്യിലുള്ള കുതിരപ്പടയുടെ അടിസ്ഥാനത്തിലാണ്. ഈ കുതിരപ്പടയുടെ അടിസ്ഥാനത്തിൽ ഓരോ മൻസബ്സിനും റാങ്കുകൾ കൊടുത്തിരുന്നു. എന്ത് കൊടുത്തിരുന്നു? റാങ്കുകൾ കൊടുത്തിരുന്നു. ഈ റാങ്കിന്റെ പേരിൽ ഇവർക്ക് കുറച്ച് സ്ഥലവും, ഓക്കെ, ലാൻഡും അലോട്ട് ചെയ്തിരുന്നു. ഈ മൻസബ്സിന് ഈ ലാൻഡിൽ നിന്നും ടാക്സ് പിരിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ റൈറ്റ് ഉണ്ടായിരുന്നപ്പോ ആ കിട്ടുന്ന കാശ് വെച്ചിട്ടാണ് അവരവരുടെ മിലിറ്ററി പടയിൽ അവരവരുടെ മിലിറ്ററി ഏജൻസിന് നോക്കിയിരുന്നത്. ഇതാണ് മൻസബ്ദാരി സിസ്റ്റം. എന്തായാലും എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും. അപ്പോൾ മുഗൾ രാജവംശത്തിന്റെ മിലിറ്ററി പടയെ നമ്മൾ പറയുന്ന പേരാണ് മൻസബ്ദാരി സിസ്റ്റം. It was during Akbar's regime in Mughal rule that an administrative order was effectively found. Okay, എന്താണ്? അക്ബറിന്റെ കാലഘട്ടത്തിലാണ് നല്ല ഒരു കറക്റ്റ് ഓർഡറിലുള്ള ഒരു ഭരണം അവരെ എന്ത് കണ്ടത്, ഒരു ഇങ്ങനെ കണ്ടുവരാനായിട്ട് തുടങ്ങിയത്. കറക്റ്റ് ഓർഡറിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൂള് നമ്മൾ കണ്ടുവരാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഇനി മുഗൾ രാജവംശത്തിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്ന് പറയാം. റൈറ്റ്, a feudal social system was existed during the Mughal period. മുഗൾ പീരീഡിലെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഫ്യൂഡൽ ഓർഡർ. നമ്മൾ ഫ്യൂഡലിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫ്യൂഡൽ സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. Then society was divided into different strata. പല സ്ട്രാറ്റകളായി, പല വിഭാഗങ്ങളായി സമൂഹത്തിനെ വേർതിരിച്ചിരുന്നു. ഓക്കെ, the common man was at the bottom of the society with the king at the top. അപ്പൊ ഇങ്ങനെയാണ് ഫ്യൂഡൽ സിസ്റ്റം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പിൽ ആരായിരുന്നു? രാജാക്കന്മാരായിരുന്നു അല്ലെ, കിങ് ആയിരുന്നു. ഇതിന്റെ ബോട്ടത്തിൽ ആരായിരുന്നു? നമ്മുടെ നോർമൽ ആയിട്ടുള്ള കോമൺ മാൻ ആയിരുന്നു. കോമൺ മാനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അപ്പൊ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ജീവിത രീതി എന്തുമായിട്ട് റിലേറ്റഡ് ചെയ്തിരുന്നു? ഇവർക്ക് കിട്ടുന്ന വേതനം, വേജസും ഇൻകവുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ ഇവരുടെ മേജർ തൊഴിൽ, അവരുടെ മേജർ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാമിങ്ങും അഗ്രികൾച്ചറും ഒക്കെയാണ്. ഓക്കെ, കോമൺ മാനിന്റെ മേജർ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വേർ ഫാമേഴ്സ്. കൂടുതൽ ആൾക്കാരും എന്താണ്? കൃഷിക്കാരാണ്. എ കാസ്റ്റ് സിസ്റ്റം വാസ് എക്സിസ്റ്റഡ് അമംഗ് ദം. അവിടെ ഒരു ജാതി വ്യവസ്ഥയും കാസ്റ്റ് സിസ്റ്റവും എക്സിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു, കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെന്താ? ടോപ്പിൽ ആരാ? കിങ് ആണ് അല്ലെ. ഏറ്റവും മുകളിൽ രാജാക്കന്മാരും ഏറ്റവും താഴെ കോമൺ മാനും ആയിരുന്നു. ദെൻ കൂടുതൽ ആൾക്കാരും കൃഷി ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. Then Abul Fazil in his book Ain-e-Akbari recorded that Indians cultivated different varieties of rice. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കൂടുതൽ പേരും കൃഷിയാണ് ചെയ്തിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. കൂടുതൽ പേരും ചെയ്തിരുന്നത് എന്താണ്? കൃഷിയായിരുന്നു. അപ്പോ അബ്ദുൽ ഫാസിൽ അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള ഐൻ-ഇ-അക്ബരി എന്ന് പറയുന്ന പുസ്തകത്തില് എന്താണ് എഴുതിയിരിക്കുന്നത്? കൂടുതൽ വെറൈറ്റീസ് ഓഫ് റൈസ്, ഓക്കെ, അരിയുടെ പല വെറൈറ്റീസ് എന്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്? നമ്മള് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഓക്കെ, ജലസേചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പേർഷ്യൻ വീലുകളും കനാലുകളും ഉപയോഗിച്ചിരുന്നു. കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം ഒബ്വിയസ്ലി. അപ്പോൾ പേർഷ്യൻ വീൽസും കനാൽസും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ദെൻ ഇങ്ങനെയാണ് നമ്മുടെ മുഗൾ കിങ്ഡത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതില് ഫസ്റ്റത്തിലാരാ? സുബ. ഓക്കെ, സുബ എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് സുബ. രണ്ടാമത്തെ ആണ് സർക്കാർ.
സർക്കാർ എന്ന് പറയുന്നത് ഈ സുബയിലുള്ള ചെറിയ ചെറിയ എന്തിനെയാണ് സർക്കാർ എന്ന് പറയുന്നത്? ചെറിയ ചെറിയ അഡ്മിനിസ്ട്രേഷൻ സെന്റേഴ്സ്. മൂന്നാമത്തെയാണ് പർഗാന. പർഗാന എന്ന് പറയുന്നത് സബ് ഡിസ്ട്രിക്റ്റുകളായിട്ട് നമ്മൾ തിരിക്കുന്നതിനെയാണ് പർഗാന എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാമ ഇസ് ഫോർ വില്ലേജ്. സോ സൂബ എന്ന് പറയുന്നത് ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ വലിയൊരു ഡിസ്ട്രിക്റ്റ് എന്ന് പറയാം. ഈ ഡിസ്ട്രിക്റ്റിലെ ചെറിയ ചെറിയ യൂണിറ്റുകളെ സർക്കാർ എന്ന് പറയാം. അതിന്റെ താഴെ നമുക്ക് പർഗാന വരാം. Then we have ഗ്രാമ. പിന്നെ നമുക്ക് ആരുണ്ട്? ഗ്രാമയുണ്ട്. റൈറ്റ്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതും ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ദെൻ ഈ കാലഘട്ടത്തിലെ വേറൊരു പ്രത്യേകതയാണ് നമ്മുടെ മഹാഭാരതം. കേട്ടിട്ടില്ലേ എല്ലാവരും മഹാഭാരതം? നമ്മൾ ഏത് മാസത്തിലാണ് മഹാഭാരതം ഒക്കെ വായിക്കണത് അറിയോ? മഹാഭാരതം, രാമായണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. രാമായണ മാസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ മഹാഭാരതത്തിനെ, നമ്മൾ സാൻസ്ക്രിറ്റിൽ എഴുതിയ മഹാഭാരതത്തിനെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ മുഗൾ കാലഘട്ടത്തിലാണ്. ഓക്കെ, പേർഷ്യൻ ലാംഗ്വേജിലേക്ക് മഹാഭാരതത്തിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് മുഗൾ കാലഘട്ടത്തിലാണ്. It was translated by Dharashukho, the son of the Mughal ruler ഷാജഹാൻ. ഷാജഹാന്റെ പുത്രനായിട്ടുള്ള ധാരാഷുഖോ ആണ് എന്ത് ചെയ്തത്? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, പരിഭാഷപ്പെടുത്തിയത്. This is an example of Mughal blending with Indian culture. Okay, നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് മുഗൾ വംശം ബ്ലെൻഡ് ചെയ്തു പോകുന്നു, ഇണങ്ങി പോകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് മഹാഭാരതം ട്രാൻസ്ലേഷൻ. ഓക്കെ, then clear alle? Urdu, a new language, was also formed by the fusion of Persian and Hindi. എന്താണ്? പേർഷ്യനും ഹിന്ദി ലാംഗ്വേജിന്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഉറുദു ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. സോ ഹിന്ദുസ്ഥാനി മ്യൂസിക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ സിന്തസിസ്. ഓക്കെ, ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഒറിജിനേറ്റ് ആയി വന്നത്. അപ്പം മഹാഭാരതം, ഹിന്ദുസ്ഥാനി, ഉറുദു ലാംഗ്വേജ് ഒക്കെ നമുക്കിതിൽ പറയാനായിട്ട് സാധിക്കും. ക്ലിയർ? നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ മേഖലയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു വിജയനഗര റൂൾ അല്ലേ? വിജയനഗര റൂളിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? വിജയനഗര കിങ്ഡം വാസ് എക്സിസ്റ്റഡ് ഇൻ ദ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ ഡൈനാസ്റ്റി. ഓക്കെ, മുഗൾ ഡൈനാസ്റ്റി നോർത്തിൽ നടക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ എന്തുണ്ടായി? വിജയനഗര എംപയർ ഉണ്ടായി. 1336 നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? The Vijayanagara was founded in 1336 CE by the brothers Harihara and Bukka. ഹരിഹരരും ബുക്കയും കൂടെയാണ് ഈ ഒരു വിജയനഗര സാമ്രാജ്യം എന്തെടുത്ത് പടുത്തുയർത്തിയത് എന്ന് നമുക്ക് പറയാം. കൃഷ്ണദേവരായ വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. ഈ സമ്പന്നതയിലും ആണെങ്കിലും ശക്തിയുടെ ആണെങ്കിലും ഓക്കെ വലിയൊരു സാമ്രാജ്യമായിരുന്നു നമ്മുടെ വിജയനഗര. ഈ വിജയനഗരത്തിന്റെ പവർഫുൾ റൂളർ ആരായിരുന്നു? കൃഷ്ണദേവരായ ആയിരുന്നു. ക്ലിയർ അല്ലേ? Scholars known as Ashtadhigachas adore the court of കൃഷ്ണദേവരായ. ഓക്കെ, അഷ്ടദിഗജാസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇദ്ദേഹത്തിന്റെ കൃഷ്ണദേവരായയുടെ കൊട്ടാരം എന്ത് ചെയ്തിരുന്നത്? അലങ്കരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. മൊണാർക്കി വാസ് പ്രിവേൾഡ് ഇൻ ദ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ മൊണാർക്കി, രാജവംശത്തിന്റെ ഒരു എന്ത് ചെയ്തിരുന്നു? നിലനിന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ ഒന്ന് ഓടിക്കണത് എന്തുകൊണ്ടാണ്? വി ഹാവ് ലിമിറ്റഡ് ടൈം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടിയാണ് ടീച്ചർ നോക്കുന്നത്. റൈറ്റ്. For administrative convenience, the country was divided into mandalam. Okay, administrative convenience ന് വേണ്ടിയിട്ട് രാജ്യങ്ങളെ എങ്ങനെ തിരിച്ചു? മണ്ഡലം, പ്രൊവിഷൻസ് ആയി. നാട്, ഡിസ്ട്രിക്ട്, then സ്ഥല, സബ് ഡിസ്ട്രിക്ട്, then ഗ്രാമ. നമ്മൾ മുഗൾ രാജവംശത്തിൽ കണ്ടു സാബ, സർക്കാർ, പർഗാന എന്ന് പറഞ്ഞ് തിരിച്ചത് ആ ഒരു ഇത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് വിജയനഗര റൂളിലും വിജയനഗര എംപയറിലും ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. റൈറ്റ്. Nayakas and Amaranayakas played an important role in the administration of Vijayanagara. അവിടെ നമ്മൾ എന്താണ് പഠിച്ചത്? യെസ്,
മൻസബ്ദാരി സിസ്റ്റം പഠിച്ചു അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോൾ വിജയനഗരയിലേക്ക് വന്നപ്പോൾ അവിടെ ആരൊക്കെയാണ് വന്നത്? നായകാസും അമരനായകാസുമാണ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇവരുടെ മിലിറ്ററി കമാൻഡേഴ്സ്, വിജയനഗരയുടെ മിലിറ്ററി കമാൻഡേഴ്സിനെ നമ്മൾ അമരനായകാസ് എന്ന് പറഞ്ഞിരുന്നു. മുഗൾ രാജവംശത്തിലെ മിലിറ്ററി കമാൻഡേഴ്സിനെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? യെസ്, ദാറ്റ് ഈസ് മൻസബ്ദാരി, മൻസബ്സ് എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. The Dravidian style of sculptures was dominant during this period. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ ആയിരുന്നു ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ ഏത് കാലഘട്ടത്തിലായിരുന്നു? വിജയനഗര കാലഘട്ടത്തിലായിരുന്നു. ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞിരുന്നു. ആദ്യം ആരാണ്? മണ്ഡലം അല്ലേ? ആദ്യം മണ്ഡലം, ദെൻ നാട് ഡിസ്ട്രിക്റ്റുകളായി തിരിച്ചു, അതിനെ സ്ഥല സബ് ഡിസ്ട്രിക്റ്റുകളായി തിരിച്ചു, ദെൻ വി ഹാവ് ഗ്രാമ, ഗ്രാമ എന്ന് പറഞ്ഞാൽ വില്ലേജുകളായി തിരിച്ചു. അപ്പൊ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മുഗൾ രാജവംശത്തിൽ എങ്ങനെയാണ്, വിജയനഗര രാജവംശത്തിൽ എങ്ങനെയാണ് എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പഠിച്ചിരിക്കണം. ദെൻ ഇവിടുത്തെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, ഓക്കെ, വിജയനഗരയുടെ സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ദ വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. വ്യത്യസ്ത രീതിയിലുള്ള ജാതികളും അതേപോലെ തന്നെ മതങ്ങളും എല്ലാം ഇവിടെ നിന്നിരുന്നു. ബ്രാഹ്മിൻസ് were the dominant group in the society. സൊസൈറ്റിയുടെ മുകളിൽ ആരായിരുന്നു ഡോമിനന്റ് ആയി നിന്നത്? ബ്രാഹ്മിൻസ് ആയിരുന്നു, റൈറ്റ്. Other sections of the society were mainly engaged in agriculture, trade and handicraft. അഗ്രികൾച്ചറിലും ട്രേഡിലും ഓക്കെ ഹാൻഡിക്രാഫ്റ്റ് പോലുള്ളതിലാണ് ബാക്കി പീപ്പിൾസ് ഒക്കെ, ആ രാജ്യത്തുള്ള ബാക്കി ആളുകളൊക്കെ കൂടുതലായിട്ടും എൻഗേജ് ചെയ്തിരുന്നത്. The main occupation of the people was agriculture. മുഗൾ റൂളിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? Then silk and cotton cloth were commonly used. സിൽക്കും കോട്ടൺ ക്ലോത്തുകളുമാണ് അവർ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. The Portuguese and the Arabs had a monopoly over foreign trade. പോർച്ചുഗീസിനും അറബും മൊണോപോളി എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പവർ. സിംഗിൾ പവറിനെയാണ് നമ്മൾ മൊണോപോളി എന്ന് പറയുന്നത്. അപ്പൊ ഈ വിജയനഗരമായിട്ടുള്ള ഫോറിൻ ട്രേഡിന് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടായിരുന്നത് പോർച്ചുഗീസിനും അറബിനുമായിരുന്നു. തെറ്റരുത് കേട്ടോ അത്. Trade was also done with China and Sri Lanka. ചൈനയുമായിട്ടും ശ്രീലങ്കയായിട്ടും എന്ത് ചെയ്തിരുന്നു? ട്രേഡ് നടത്തിയിരുന്നു. പക്ഷെ പവർ ആർക്കായിരുന്നു? പോർച്ചുഗീസിനും അതേപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കും ആയിരുന്നു. ഫൈൻ. The trade of horses bought from Arabia and Central Asia was mainly done by the Arabs. Okay, കുതിരകൾ, അന്നൊക്കെ കുതിരകൾ വേണം അല്ലേ നമുക്ക്? എന്തിനാണ് കുതിരകളുടെ ആവശ്യം? എന്തിനാണ്? നമുക്ക് യുദ്ധമൊക്കെ ചെയ്യാൻ കുതിരകൾ വേണം. അപ്പൊ ഈ കുതിരകളൊക്കെ ട്രേഡ് നടത്തിയിരുന്നത് അറബ് ആയിട്ടായിരുന്നു. അപ്പൊ ഹോഴ്സസ് വാസ് ആൻ ഇമ്പോർട്ടന്റ് ഐറ്റം ഓഫ് ട്രേഡ്. ഒക്കെ വാണിജ്യത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഹോഴ്സ് ആയിരുന്നു, മറക്കരുത്. The local traders involved in horse trading were known as കുതിരച്ചെട്ടീസ്. അപ്പോൾ ലോക്കൽ ട്രേഡേഴ്സ്, ഹോഴ്സുമായിട്ട് ലോക്കൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞിരുന്ന പേരെന്താണ്? കുതിരച്ചെട്ടീസ്. തെറ്റോ? ഇല്ല, കുതിരകൾ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ട്രേഡിന്. ഇത് ട്രേഡ് നടത്തിയ ആൾക്കാരെ നമ്മൾ കുതിരച്ചെട്ടീസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, മുഗൾ രാജവംശമാണെങ്കിലും വിജയനഗര രാജവംശങ്ങളിലും ഓർത്തെടുക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമുക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. റൈറ്റ്, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും വരിക. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞു പോകുന്നതിൽ എങ്ങനത്തെ ആയിരിക്കും? ചിലപ്പോൾ നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, പക്ഷെ അതെന്താണ് നാളെ ചോദിക്കുമ്പോൾ ABC എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം chances ഉണ്ട്. So listen, complete the table by comparing the common features of Mughal and Vijayanagara administration. Okay, administrationലെ വിജയനഗരയും അതേപോലെ തന്നെ നമ്മുടെ മുഗൾ എംപറേഴ്സും വിജയനഗരം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും തമ്മിലുള്ള കോമൺ ആയിട്ട് പൊതുവെ കാണുന്ന ഫീച്ചേഴ്സിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ ഫീച്ചേഴ്സ് നമുക്ക് എഴുതാം അല്ലേ? മുഗൾ എംപറർ ആണെങ്കിൽ മൊണാർക്കി അവിടെ നിന്നിരുന്നു. വിജയനഗരയിലും എന്താണ്? മൊണാർക്കി
നിന്നിരുന്നു നമ്മൾ പറയുന്നുണ്ട്. ദെൻ മുഗൾ അഡ്മിനിസ്ട്രേഷനിലെ മിലിറ്ററി കമാൻഡേഴ്സിനെ നമ്മൾ മൻസബ്ധാരി സിസ്റ്റം, മൻസബ്സ് അല്ലെങ്കിൽ മൻസബ്ധാരി സിസ്റ്റം എന്ന് പറഞ്ഞു. വിജയനഗരയിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനെ അമരനായക സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലെ, അമരനായക സിസ്റ്റം എന്ന് പറഞ്ഞു. ദെൻ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ റിലീജിയസ് ടോളറൻസ്, ഓക്കെ, മതപരമായിട്ടുള്ള ഒരു സഹിഷ്ണുത ഉണ്ടായിരുന്നു. വിജയനഗരയിലും എന്ത് തന്നെയാണ്? റിലീജിയസ് ടോളറൻസ് തന്നെയാണ്. ദെൻ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ ഉറുദു ലാംഗ്വേജ് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു അല്ലേ, ഉറുദു ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. വിജയനഗരയിലാണെങ്കിൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, ദെൻ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ അഗൈൻ നമുക്ക് ഇന്തോ പേർഷ്യൻ സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ് കാണാൻ പറ്റിയിരുന്നത്. വിജയനഗരയിലേക്ക് വന്നപ്പോൾ അത് ദ്രാവിഡൻ സ്റ്റൈലിലേക്ക് മാറി. അപ്പൊ ഈ രണ്ട് കവര് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നാണെങ്കിലും കോമൺ ഫീച്ചേഴ്സ് എന്നാണെങ്കിലും നമ്മൾ ഇത്രയാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഇത് എന്ത് ചെയ്യുക, മനസ്സിൽ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. ഡിഫൈൻ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ ഭരണകാലത്തിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് എഴുതാല്ലേ, കാരണം നമ്മളിപ്പോ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ അക്ബർസ് regime the Mughal rule that such as administrative order structure were effectively formed. അല്ലേ, ഈ മുഗൾ കാലഘട്ടത്തിലായിരുന്നു നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഓർഡർ അക്ബറിന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, there were no separate code for the administration of justice as today. ഇന്നാണെങ്കിൽ നമുക്കൊരു തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഇനി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ വേറെ കോർട്ടുകളുണ്ട് അല്ലെ, ജില്ലാ കോർട്ടുകളുണ്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനത്തെ കാലത്ത് അങ്ങനത്തെ ഒരു തരത്തിലുള്ള വ്യത്യസ്ത സെപ്പറേറ്റ് കോർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. Those who were dissatisfied with the decision of the local scholars, people have an opportunity to complain directly to the emperor. എന്താണ്? പക്ഷെ എടുക്കുന്ന തീരുമാനത്തിൽ ഓക്കെ, ഈ ലോക്കൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടുപ്രമാണിമാര് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ആൾക്കാർ എടുക്കുന്ന തീരുമാനത്തിൽ ആർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് എംപററിന്റെ അടുത്ത് പോയിട്ട് അങ്ങനത്തെ നമ്മുടെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്യൂ പറയാനുള്ള അധികാരമുണ്ട്. The administration was divided into 4 sections, that is Supa, Sarkar, Pragana and Grama. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ അല്ലേ, ഇങ്ങനെ ഒരു ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇവിടെ സൂപ വന്നു ഫസ്റ്റ്, രണ്ടാമത്തെ സർക്കാർ വന്നു, മൂന്നാമത്തെ പ്രഗാണ വന്നു, നാലാമത്തെ ഗ്രാമ വന്നു. Then to the second question. അപ്പൊ ക്ലിയർ അല്ലേ? Second question, explain the socio-economic status of the Mughal period. മുഗൾ രാജവംശത്തിന്റെ socio-economic സ്റ്റാറ്റസിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. സിമ്പിൾ അല്ലേ? അവിടെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഫ്യൂഡലിസം അല്ലേ, ഫ്യൂഡൽ ഓർഡർ നിലനിന്നിരുന്നു. പിന്നെ എന്ത് നമുക്ക് പറയാനായിട്ട് പറ്റും? കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു അല്ലെ, ഒരു കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു. ദെൻ ഒരു സൊസൈറ്റീനെ ഡിഫറെന്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ. സൊസൈറ്റീസ് വർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. The common man was at the bottom of the society. As we discussed earlier, ബോട്ടത്തിൽ ആരാണ്? നമ്മുടെ കോമൺ മാനും ഏറ്റവും ടോപ്പിൽ ആരായിട്ടാണ് നിന്നിരുന്നത്? നമുക്ക് കിങ്ങും ആയിട്ടാണ് നമ്മൾ നിന്നിരുന്നത്. The standard of living of the people was mainly depend on wages and income. അല്ലേ, അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ബേസിലാണ് കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു, ഫാമേഴ്സ് ആയിരുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒരുപാട് റിച്വൽസും പ്രാക്ടീസസും എല്ലാം നടക്കുന്ന ഒരു കാസ്റ്റ് സിസ്റ്റവും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. ഇതാണ് സോഷ്യൽ സ്റ്റാറ്റസിൽ പറഞ്ഞിരുന്നത്. എക്കണോമിക് സ്റ്റാറ്റസിലേക്ക് വന്നപ്പോൾ എന്ത്? ട്രേഡ് നടന്നിരുന്നു അല്ലെ, ട്രേഡ് നടന്നിരുന്ന കാര്യം പറയാം. അപ്പൊ ഈ ട്രേഡ് നടന്നിരുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ ഇതിൽ എഴുതിയ ഒരാളുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ അന്നത്തെ കാലത്തെ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ച് എഴുതിയ ഒരു ഇംഗ്ലീഷ് മാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് റഫൽ ഫിച്ച്. ഓക്കെ, റൽഫ് ഫിച്ച് എന്ന് പറയുന്ന വ്യക്തി എന്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്? ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ വാസ് ഡിസ്ക്രൈബ്ഡ്. ഓക്കെ, ഇദ്ദേഹമാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ ഇക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചും എഴുതിയത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Mansabdhari system was introduced to strengthen the authority of the emperor. Substantiate. അന്നത്തെ എംപററിന്റെ രാജാവിന്റെ സിസ്റ്റം അതോറിറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് മൻസബ്ദാരി സിസ്റ്റം വന്നിരുന്നത്. അപ്പൊ എന്താണ് മൻസബ്ദാരി സിസ്റ്റം? യെസ്, നമ്മൾ പറഞ്ഞിരുന്നു അന്നത്തെ കാലത്തെ മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് നമ്മൾ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അന്നത്തെ കാലത്തെ ആ മിലിറ്ററിനെയാണ് നമ്മൾ മൻസബ്ദാരി എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, Mansabdari was the military system implemented by Akbar to expand the kingdom as well as to maintain the expanded kingdom. Okay, അന്നത്തെ അവരുടെ രാജവംശം എക്സ്പാൻഡ് ചെയ്ത രാജവംശമാണെങ്കിലും നിലവിലുള്ള രാജവംശമാണെങ്കിലും സംരക്ഷിക്കാനായിട്ട് അക്ബർ കൊണ്ടുവന്നതാണ് മൻസബ്ദാരി സിസ്റ്റം. The rank of a Mansabdari was determined by the number of horses and cavalry. ഓക്കെ, കുതിരകളെ അവരുടെ കുതിരകളെയും കുതിരപ്പടയനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് മൻസബ്ദാരീസിന് റാങ്ക് കൊടുത്തിരുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ എന്ത് പറഞ്ഞു? ഈ റാങ്കിന്റെ ബേസിൽ അവർക്ക് സ്ഥലം കൊടുത്തിരുന്നു, അതിന്റെ ബേസിൽ അവർ ടാക്സ് കളക്ട് ചെയ്തിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുക്കണം. റൈറ്റ്, ക്ലിയർ അല്ലേ? Write the importance of Nayakas and Amaranayakas in the administrative system of the Vijayanagara Empire. എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഹായ് ട്ടോ. ക്ലാസ് ശ്രദ്ധിക്കുക, എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ നായകാസും അമരനായകാസിനെയും കുറിച്ച്, അപ്പൊ നായകാസും അമരനായകാസ് എന്ന് പറയുമ്പോൾ അത് ഏതിലേക്ക് വന്നു? വിജയനഗരയിലേക്ക് വന്നു അല്ലെ. അവരെ കുറിച്ച് നമുക്ക് നോക്കാം. Nayakas and Amaranayakas played an important role in the administration of Vijayanagara. നമ്മളിപ്പോൾ പറഞ്ഞു മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് നമ്മൾ അമരനായകാസ് എന്ന് പറയുന്നത്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം. ഓക്കെ, കിങ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ലാൻഡ് കൊടുക്കുന്നുണ്ട്. ഇവരെയാണ് നമ്മൾ അമര എന്ന് പറയുന്നത്. The administration of Amara was carried out by Amaranayakas. Okay, അമരയുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അമരനായകാസ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തിനെ ദിസ് അമരനായകക്ക് എന്തുണ്ട്? ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇവര് ടാക്സ് കളക്ട് ചെയ്യും, അവരുടെ മിലിറ്ററി പടയനെയൊക്കെ നോക്കും. അങ്ങനെയുള്ള ഈ സിസ്റ്റത്തിനെയാണ് അമരനായക സിസ്റ്റം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫൈൻ, ദെൻ prepare a note on the administrative system of Vijayanagara rule. വിജയനഗര ഭരണത്തിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ്? സൊസൈറ്റിനെ 4 ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ എന്നിങ്ങനെ 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. Then we have cabinet അല്ലെ. കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ക്യാബിനറ്റ് ഉണ്ട് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ പിന്നെ ടീച്ചർ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. റൈറ്റ്, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ലിസൺ, നമുക്ക് മുഗൾ എംപററും വിജയനഗര എംപററും ആണ് ഉള്ളത്. അതിന്റെ മേജർ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. മൻസബ്ദാരി സിസ്റ്റം എന്ന് കേട്ടാൽ തന്നെ മുഗൾ എംപറർ ഓർക്കണം. ഓക്കെ, ദെൻ അമരനായിക എന്ന് കേട്ടാൽ വിജയനഗര ഓർക്കണം. അപ്പൊ മെയിൻ കണ്ടന്റുകളും ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞു. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ ഓൾ? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? So let's move to the second chapter, that is Medieval India, the cultural movements. Medieval ഇന്ത്യയും അവിടുത്തെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ഫൈൻ, ഇതിലും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് 2 മെയിൻ ടോപ്പിക്സ് ആണ് ഉള്ളത്. ആദ്യത്തെ ടോപ്പിക്കാണ് ഭക്തി മൂവ്മെന്റ്. എന്താണ് പറയുന്നത്? ഭക്തി മൂവ്മെന്റ്. രണ്ടാമത്തെ ടോപ്പിക്കാണ് സൂഫി മൂവ്മെന്റ്. ഓക്കെ, ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി പ്രസ്ഥാനം. നമ്മൾ പറയും പരീക്ഷ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഭക്തിയാണ്, ഭക്തി കൂടണ സമയമാണെന്ന് നമ്മൾ പറയും അല്ലെ. പരീക്ഷയാവുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ, നാളെ ടീച്ചർ ചോദ്യം ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭക്തി കുറച്ച് കൂടും അല്ലെ, ആർക്കാണെങ്കിലും. സോ ഭക്തി മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ. Bhakti is the total submission of one's life to God. ദൈവത്തിന് നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയിലൂടെ ഉടലെടുക്കുന്ന ഐഡിയാസിനെയും ആക്ടിവിറ്റീസിനെയും നമ്മൾ ഭക്തി മൂവ്മെന്റ് എന്ന് പറയും.
ഓക്കെ, നമ്മള് ദൈവത്തിനെ നമ്മളെ സമർപ്പിക്കുന്നതിനെ നമ്മൾ ഭക്തി എന്നും അതിലൂടെ ഉടലെടുക്കുന്ന ഐഡിയാസിനെയും ആക്ടിവിറ്റീസിനെയും നമ്മൾ ഭക്തി മൂവ്മെന്റ് എന്നും പറയുന്നു. റൈറ്റ്. Bhakta poet who lived in South India composed hymns and devotional songs that express unwavering devotions to their favorite deity. Okay, ഇവർക്ക് ഇവര് പ്രാർത്ഥിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ഡിവോഷണൽ സോങ്സ്, പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ അവര് ആലപിച്ചിരുന്നു. ഭക്ത പോയിന്റ്സ് അന്നത്തെ കാലത്ത് ആലപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. The Bhakta poets were devotees of. Bhakta poetsനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ ആൾക്കാരാണ് ആൾവാർസും രണ്ടാമത്തെ ആൾക്കാരാണ് നായനാർസ്. ഓക്കെ, ആൾവാർസും നായനാർസും. ആൾവാർസ് എന്ന് പറയുന്നത് വിഷ്ണു ഭക്താസ് ആണ്. തെറ്റരുത്, വിഷ്ണു ഭക്താസ് ആണ് ആര്? ആൾവാർസ്. ഓക്കെ, ശിവ ഭക്താസ് ആണ് നായനാർസ്. ഇത് തെറ്റരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. വിഷ്ണു VA, then Shiva SN. Clear? The Bhakti movement was emerged in Tamil Nadu. ഭക്തി പ്രസ്ഥാനം എവിടെ നിന്നാണ് ഉടലെടുത്ത് വന്നത്? തമിഴ്നാട്ടിലാണ്. Irrespective of caste, all sections of the society was attracted to Bhakti movement. Okay, എല്ലാ സൊസൈറ്റിയുടെ എല്ലാ ഭാഗവും ഭക്തി മൂവ്മെന്റിലേക്ക് എന്തായിരുന്നു? യെസ്, അവരെല്ലാവർക്കും അതിലേക്ക് ഏർപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ജാതി ഭേദമന്യേ അവരെല്ലാവരും ഭക്തി മൂവ്മെന്റിൽ ഏർപ്പെട്ടിരുന്നു. The writings of Alvars and Nayanas popularized Hinduism. ആൾവാസിന്റെയും നായനാസിന്റെയും റൈറ്റിംഗ്സ് ഹിന്ദുയിസത്തിനെ എന്ത് ചെയ്തു? പോപ്പുലറൈസ് ചെയ്തു. ഓക്കെ, പ്രചരിപ്പിച്ചു. അപ്പോൾ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വൺ സബ്മിഷൻസ് ടു ഗോഡ്, നമ്മളെ ദൈവത്തിലേക്ക് സമർപ്പിക്കണേനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയുടെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഐഡിയാസിനെയും ആക്ടിവിറ്റീസിനെയും ഭക്തി മൂവ്മെന്റ് എന്ന് പറയും. ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? യെസ്, ഇറ്റ് ഈസ് ഫ്രം തമിഴ്നാടു. ഓക്കെ, തമിഴ്നാട്ടിലായിരുന്നു. ഭക്ത പോയറ്റുകളെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു. ഭക്ത പോയറ്റുകളെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു, ആൾവാർസും നായനാർസും. ഓക്കെ, ആൾവാർസ് എന്ന് പറയുന്നത് ഏത് ഭക്താസ് ആയിരുന്നു? ദാറ്റ് ഈസ് വിഷ്ണു ഭക്താസ്. ഓക്കെ, നായനാർസ് എന്ന് പറയുന്നത് ശിവ ഭക്താസ് ആയിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഈ ടീച്ചർ കാണിച്ചു തന്ന അതിന് മുമ്പ് നമുക്ക് ഒരു സ്ലൈഡും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. The writings of the Alvars came to be known as നല്ലയിര ദിവ്യ പ്രബന്ധം. ഓക്കെ, ആൾവാർസിന്റെ രചനകളെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നല്ലയിര ദിവ്യ പ്രബന്ധം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ദെൻ നായനാർസിന്റെ റൈറ്റിംഗ്സിനെ നമ്മൾ തിരുമുറൈകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഭക്തി പ്രസ്ഥാനത്തിലെ ആൾവാർസ് എന്ന് പറയുന്നത് വിഷ്ണു ഡൈറ്റീസ് ആണ് അല്ലെ. ദെൻ നായനാർസ് എന്ന് പറയുന്നത് ശിവഭക്തന്മാരാണ്. അപ്പോ ആൾവാർസ് വിഷ്ണു ഭക്തന്മാരുടെ കൃതികളെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? നല്ലയിര ദിവ്യ പ്രബന്ധം എന്നാണ് പറഞ്ഞിരുന്നത്. റൈറ്റിംഗ്സ് ഓഫ് നായനാർസിനെ നമ്മൾ തിരുമുറൈകൾ എന്നാണ് പറഞ്ഞിരുന്നത്. Devotees of Vishnu Alvars are Kulashekara Alvar, Periyalvar, Nammalvar and Handal. Okay, വിഷ്ണു ഡിവോട്ടീസിനെ നമ്മൾ പറഞ്ഞിരുന്ന പേരെന്തൊക്കെയാണ്? കുലശേഖര ആൾവാർ. കുലശേഖരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും സിനിമയിലൊക്കെ അല്ലേ. ദെൻ പെരിയാൾവാർ, ദെൻ നമ്മാൾവാർ, ദെൻ ആണ്ടാൾ എന്നാണ് നമ്മൾ വിഷ്ണു ഡിവോട്ടീസിനെ പറഞ്ഞിരുന്നത്. ദാറ്റ് ഈസ് ആൾവാർസിനെ പറഞ്ഞിരുന്നത്. ഓക്കെ, ശിവ ഡിവോട്ടീസിനെ നമ്മൾ എന്ത് പേരിലാണ്, അല്ലെങ്കിൽ നായനാർസ് ഡിവോട്ടീസിനെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ദേ ആർ കരിക്കലമ്മയ്യാർ, അപ്പാർ, സംബന്ധാർ, സുന്ദരാർ ആൻഡ് മാണിക്യ വാസകർ എന്ന ഇത്രയും പേരിലാണ് നമ്മുടെ ശിവഭക്താസിനെ നമ്മൾ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെ അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ വിഷ്ണു ആൾവാസ് ആണ്. ദെൻ നായനാർസ് എന്ന് പറയുന്നത് ശിവഭക്താസ് ആണ്. ഇതില് ആൾവാസ് എഴുതിയതിനെ നല്ലയിര ദിവ്യപ്രബന്ധം എന്ന പേരിൽ നമ്മൾ വിളിച്ചു. ദെൻ നായനാർസിനെ നമ്മൾ എന്ത് പേരിൽ വിളിച്ചു? മീൻസ് അവരുടെ റൈറ്റിംഗ്സിനെ നമ്മൾ എന്ത് പേരിൽ വിളിച്ചു? തിരുമുറൈകൾ എന്ന പേരിൽ വിളിച്ചു. തെറ്റില്ലല്ലോ? ഓക്കെ, ഇതില് പറഞ്ഞ വേറൊരാളാണ് ഭാസവന്ന.
ഓക്കെ, ബസവണ്ണനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാ? യെസ്, 12th സെഞ്ചുറിയിലെ 12ാം നൂറ്റാണ്ടിലെ ഫിലോസഫർ ആണ് അല്ലേ? 12ാം നൂറ്റാണ്ടിലെ ഫിലോസഫർ ആണ് ബസവണ്ണ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു കന്നഡ ദേശത്തിൽ ഉണ്ടായതാണ്. ഓക്കെ, കന്നഡ ദേശത്തിൽ ഉണ്ടായതാണ്. ഇദ്ദേഹത്തിന്റെ മേജർ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹി പുട്ട് ഫോർവേഡ് എ വിഷൻ ബേസ്ഡ് ഓൺ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സമത്വം കൊടുക്കണം, ഓക്കെ, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം, സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വിഷനാണ് എന്നത് എല്ലാവർക്കും ഇദ്ദേഹം പകർന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ബസവണ്ണ, പേര് തെറ്റരുത്, 12th സെഞ്ചുറിയിലെ ഫിലോസഫറാണ്. ഓക്കെ, അടുത്ത ആളെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആരാണിത്? യെസ്, ദിസ് ഈസ് ഗുരുനാനക് ആണ് അല്ലെ? 15ാം നൂറ്റാണ്ടിലാണ് ഗുരുനാനക് എന്ത് ചെയ്തിരുന്നത്? അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നത്. ഹീസ് ഫ്രം പഞ്ചാബ്, റൈറ്റ്? സോ ഗുരുനാനക് വാസ് എഗെയിൻസ്റ്റ് മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. ഓക്കെ, ആവശ്യമില്ലാത്ത മതപരമായിട്ടുള്ള എല്ലാ റിച്വൽസിനെയും എല്ലാ കാര്യങ്ങളെയും ഇദ്ദേഹം എതിർത്തിരുന്നു. പണ്ട് കാലം മുതലേ നമുക്കറിയാം പല പല ആചാരങ്ങൾ അല്ലെ, വളരെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ സ്റ്റിൽ അത് ചില സ്ഥലത്ത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അപ്പൊ അത്തരം ആചാരങ്ങൾക്ക്, ഓക്കെ, ശൂന്യമായി തോന്നുന്ന എല്ലാ ആചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഒരാളാണ് ഗുരുനാനക്, റൈറ്റ്? He attempted to propagate the message of one God. അദ്ദേഹം എന്ത് പറഞ്ഞു? ഒരു ദൈവം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് അദ്ദേഹം എല്ലാവർക്കും കൊടുത്തത്. one God, right? He promoted the ideas of equality, സമത്വം കൊണ്ടുവരണം, brotherhood, സാഹോദര്യം കൊണ്ടുവരണം, love, സ്നേഹം കൊണ്ടുവരണം, goodness and religious tolerance. ഓക്കെ, മതപരമായിട്ടുള്ള സഹിഷ്ണുത എല്ലാവരിലും എത്തിക്കുക എന്ന ആശയമായിരുന്നു ഗുരുനാനക് കൊണ്ടുവന്നത്. അപ്പോ ബസവണ്ണനെ പറഞ്ഞു, ഗുരുനാനക്കിനെ പറഞ്ഞു. Then yes, a third hero അല്ലെ? മൂന്നാമത്തെ ഹീറോ ആരാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് കബീർ ആണ്. ഓക്കെ, റിലീജിയസ് റിച്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ് അല്ലെ? ആവശ്യമില്ലാത്ത റിലീജിയസ് റിച്വൽസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുരുനാനക് എതിർത്തിട്ടുണ്ട്. Then കബീറിന്റെ പ്രത്യേകത എന്താ? കബീർ ഈസ് ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്ന ആൾ ആരാണ്? കബീർ ദ ഹീറോ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അത് തെറ്റിക്കരുത് കേട്ടോ. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ ഹിംസ് നോൺ ആസ് ദോഹ. അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരുന്നത്? ദോഹകളിലൂടെയാണ് എക്സ്പ്രസ് ചെയ്തിരുന്നത്. അപ്പൊ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ ഹി എക്സ്പ്ലെയിൻഡ് ഇറ്റ് ത്രൂ ദോഹാസ്. ഓക്കെ, കബീർ stood for ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. സഹോദര്യവും ഹിന്ദു മുസ്ലിം യൂണിറ്റിക്കും വേണ്ടിയാണ് കബീർ കൂടുതലായിട്ടും പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ബ്രദർഹുഡ് സാഹോദര്യത്തിന് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സോ ബസവണ്ണനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ആളാണ് ഗുരുനാനക്. നമ്മുടെ മൂന്നാമത്തെ ആളാണ് കബീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഭക്തി പ്രസ്ഥാനത്തിൽ പറയുന്നത്. ദെൻ ആ സെക്കൻഡ് മൂവ്മെന്റ് സൂഫി മൂവ്മെന്റ് ഏടാ. അപ്പൊ സൂഫി പ്രസ്ഥാനം, നമ്മൾ സൂഫി ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ചിലപ്പോ സൂഫി ഡാൻസ് ഒരു വെള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് അല്ലെ, വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? സൂഫി ഡാൻസ് ഒക്കെ നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട്. സോ the word Sufism is derived from suf meaning wool. Okay, wool എന്ന അർത്ഥമുള്ള സുഫിൽ നിന്നും, or from the word safi meaning purity, വിശുദ്ധി എന്ന അർത്ഥമുള്ള സാഫിയിൽ നിന്നുമാണ് സൂഫി എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്തിരുന്നത്? ഡിറൈവ് ചെയ്തെടുത്തത്. ഓക്കെ, its emphasis was given to the concept of monotheism, fraternity, humanity and devotion to God. അപ്പോ ഇതും എന്ത് തന്നെയാണ്? യെസ്, ഭക്തി പ്രസ്ഥാനം പോലെ തന്നെ മൊണോതെയിസും, ഏകദൈവവും, സാഹോദര്യവും, ഹ്യൂമാനിറ്റി. എന്താണ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, നമ്മുടെ
മനുഷ്യത്വം അല്ലേ, ഇതെല്ലാം തന്നെ വേണം എന്ന് പറയുന്ന ദൈവത്തിനോടുള്ള ഒരു ഡിവോഷനാണ് സൂഫി പ്രസ്ഥാനത്തിലൂടെയും കണ്ടിരുന്നത്. Sufism is an Islamic devotional movement which originated in Central Asia. Okay, Central Asiaയിൽ originate ചെയ്തതാണ് സൂഫിസം എന്ന് പറയുന്നത്. The Sufi movement reached India by the 12th century. ഇന്ത്യയിൽ സൂഫി മൂവ്മെന്റ് എത്തിയത് എപ്പോഴാണ്? 12ാമത്തെ നൂറ്റാണ്ടിലാണ്. ക്ലിയർ? അത്രയുമാണ് സൂഫി പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും കഴിഞ്ഞു കേട്ടോ. The Bhakti Sufi propagators used vernacular languages to spread their ideas among common people. This led to the growth of regional languages. അപ്പോൾ ഈ ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് പ്രവാചകര് എന്ത് യൂസ് ചെയ്തിരുന്നു? പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ഐഡിയാസ് എല്ലാം തന്നെ എന്ത് ചെയ്തിരുന്നത്? പ്രചരിച്ചത്. ഇപ്പൊ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ വന്നിട്ട് ഏത് ലാംഗ്വേജിൽ പറയാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക? യെസ്, നമ്മുടെ മദർ ടങ്ങിൽ പറയാൻ. എല്ലാവരും ഐഡിയാസ് കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്നത് മദർ ടങ്ങിലാണ് എന്നാണ് പറയണത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീൽ കിട്ടുള്ളൂ എന്നാണ് നോർമലി പറയപ്പെടാറ്. അപ്പൊ ഈ ഭക്തി സൂഫി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രൊപ്പഗേറ്റേഴ്സ് അവരുടെ ഐഡിയാസ് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്തത് വെർണാക്കുലർ ലാംഗ്വേജസ്, അവരുടെ പ്രാദേശിക ഭാഷകളിലായപ്പോൾ ഇത് ഒരുപാട് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയെ സഹായിച്ചു. Okay, many devotional poems were composed in languages like Tamil, Punjabi, Bengali, Marathi, Telugu, okay, Kannada, Malayalam, etc. ഒരുപാട് ഡിവോഷണൽ പോയംസ് ഒക്കെ ഒരുപാട് ഭക്തി കവിതകളൊക്കെ ഈ പറയുന്ന ലാംഗ്വേജസിൽ പ്രചരിക്കുകയുണ്ടായി. ഓക്കെ, അമീർ ഖുഷ്രു ആരാണ്? അമീർ ഖുഷ്രു. തെറ്റോ പേര്? തെറ്റിക്കരുത് കേട്ടാ. അമീർ ഖുഷ്രു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് റൈറ്റർ ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒരു ഉറുദു ആളാണ് ആരെന്ന് പറയുന്നത്? ഉറുദു റൈറ്റർ ആണ് അമീർ ഖുഷ്രു. അപ്പൊ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഉറുദു ലാംഗ്വേജ് ഏത് കാലഘട്ടത്തിലാണ് ഉടലെടുത്ത് വന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യെസ്, ഇറ്റ് ഈസ് മുഗൾ അല്ലേ? മുഗൾ രാജവംശ കാലത്താണ് ഇത് ഉടലെടുത്ത് വന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനത്തെ ഓർത്തെടുക്കേണ്ട പോയിന്റ്സിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നു. ഈ പോയിന്റ്സിന്റെ ബേസിസിൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതെന്താന്ന് പേടിക്കണ്ട, കാരണം നമ്മൾ ഇപ്പൊ എല്ലാ പോയിന്റുകളും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഭക്തി പ്രസ്ഥാനം എന്താണ്, സൂഫി പ്രസ്ഥാനം എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഇനി നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക? 2 പ്രാവശ്യം ഒന്ന് വായിക്കുക, കാരണം നമ്മുടെ ഉള്ളിൽ ഐഡിയ ഉണ്ട്, അത് നമ്മളെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, യെസ്, മുഗൾ പീരീഡിലാണ് കേട്ടോ, കറക്റ്റ് ആണ്. നിങ്ങളെ കമന്റ് ബോക്സ് ടീച്ചർ നോക്കിയപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്, മുഗൾ പീരീഡിലാണ്. വെരി ഗുഡ്. സോ ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. List out the key features of the social conditions during the Bhakti period. ഭക്തി പ്രസ്ഥാനത്തിന്റെ സമയത്ത് നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥകൾ, സോഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? നമുക്ക് നോക്കാം. The first one is കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ് അല്ലേ? ജാതിപരമായിട്ടുള്ള വിവേചനം ഉണ്ടായിരുന്നു. ദെൻ ചൈൽഡ് മാരേജ് അല്ലേ, നമ്മളെ ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്, എന്താണ് സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് എന്ന് പറഞ്ഞാൽ? അന്ധവിശ്വാസങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് പീപ്പിൾ ബൈ ബർത്ത് ആൻഡ് ഒക്യുപ്പേഷൻ എക്സിസ്റ്റഡ്. ഓക്കെ, ജനിക്കുമ്പോൾ തന്നെ വിവേചനമാണ്. ഇന്ന ജാതിയിൽപ്പെട്ട ഒരാൾ പ്രസവിക്കുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീയെ എന്ത് ചെയ്യാണ്? ഡിസ്ക്രിമിനേറ്റഡ് ആണ്. അവരിൽ ഉണ്ടാവുന്ന കുഞ്ഞിനെയും എന്ത് ചെയ്യും? ദേ ആർ ഓൾസോ ഡിസ്ക്രിമിനേറ്റഡ് ആണ്. അതിന്റെ ബേസിസിലൊക്കെയാണ് ഒക്യുപ്പേഷനും എല്ലാ കാര്യങ്ങളുടെ ബേസിസിൽ ഡിസ്ക്രിമിനേഷൻ നല്ല രീതിയിൽ നിലനിന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സോഷ്യൽ കണ്ടീഷൻ. നെക്സ്റ്റ്, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഫ്രം കബീർസ് ദോഹ ആൻഡ് സ്റ്റോറീസ്. ഓക്കെ, കബീർ ആരായിരുന്നു? പ്രൊപ്പഗേറ്റർ ഓഫ് ഭക്തി പ്രസ്ഥാനമായിരുന്നു അല്ലേ? അപ്പൊ ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രൊപ്പഗേറ്റർ അദ്ദേഹത്തിന്റെ ഐഡിയാസ് കൊടുത്തത് ദോഹകളിലൂടെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഫൈൻഡിങ്സിനെ എഴുതാനാണ് പറയണത്. സിമ്പിൾ ആണ് അല്ലേ?
പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെന്റ് നെയിംസ്. ദൈവങ്ങളെ ജനങ്ങളെ പല പേരിട്ടാണ് വിളിച്ചിരുന്നത്. കറക്റ്റ് അല്ലേ? നമ്മൾ പല പേരിലാണ് ഓരോ ആൾക്കാരെ വിളിക്കണത് അല്ലേ? സോ പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെന്റ് നെയിംസ്. കബീർ മേഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കണമെന്ന് കബീർ ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നു ജനങ്ങളോട്. റിജക്റ്റിംഗ് മെറ്റീരിയലിസം. മെറ്റീരിയലിസം എന്നതൊക്കെ അവരെന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. സെൽഫ് റിലയൻസ്. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കണം, സെൽഫ് സഫീഷ്യൻറ്റ്, സെൽഫ് റിലയൻറ്റ് ആവണമെന്ന് ഒരു അഭിപ്രായം അദ്ദേഹം കൊടുത്തു. ഇക്വാലിറ്റി ആൻഡ് ടോളറൻസ്. എന്താണ്? ഈക്വലി എല്ലാവർക്കും ഒരുപോലെ കാണാനും സഹിഷ്ണുത വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അസമത്വം ഒന്നും ഉണ്ടാവരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. Discuss the significant role of Mirabai, Akka Mahadevi, etc. in the growth of Bhakti movement. നമ്മൾ ഇത്ര നേരം മെന്നിന്റെ പേരാണ് അല്ലെ, ആണുങ്ങളുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പുതിയ രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ആരാണ്? മീരാബായ് ആൻഡ് മഹാദേവി. ഓക്കെ, ഭക്തി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന വുമൻ റൈറ്റേഴ്സ് ആണ് മീരാബായും മഹാദേവിയും ഒക്കെ. അക്ക മഹാദേവി. Women are less recognized and respected in the medieval society. നമ്മൾ പറഞ്ഞിരുന്നു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് സ്ത്രീകൾ എന്താണ്, അവരെ വളരെ കുറച്ച് മാത്രമേ റെസ്പെക്ട് ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, മീരാബായ് വാസ് എ രജ്പുത് പ്രിൻസസ്. രാജ്പുത്തിലെ രാജ്ഞിയായിരുന്നു മീരാബായ്. She gave up all the worldly comforts and immersed herself in devotion to Krishna and composed Krishna bhajans. Okay, മീരാബായ് അവരുടെ എല്ലാം എന്താണ്, ലോർഡ് കൃഷ്ണന് വേണ്ടി ഡിവോട്ടി ആയി മാറുകയും കൃഷ്ണ ഭജൻസ് എഴുതുകയും ചെയ്തിരുന്നു. ഓക്കെ, അക്ക മഹാദേവി വാസ് എ പ്രോമിനന്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെന്റ്. ഓക്കെ, അക്ക മഹാദേവി എന്തിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്? വീരശൈവ മൂവ്മെന്റിലായിരുന്നു. She led discussed against the social and spiritual oppressions the women faced in those days. Okay, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ് അക്ക മഹാദേവി. അപ്പോൾ മീരാബായും അക്ക മഹാദേവിയും മറക്കരുത് കേട്ടോ, ഈ രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ്. Then what were the changes that happened in the society as a result of Bhakti Sufi movement? Bhakti Sufi പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? റിലീജിയസ് ടോളറൻസ്. എന്താണ്? മതപരമായിട്ടുള്ള സഹിഷ്ണുത വന്നു, സമാധാനം കിട്ടി. നമ്മൾ പറയല്ലേ, ഓ അതൊക്കെ കഴിഞ്ഞപ്പോൾ സമാധാനമായി എന്ന് പറയണ പോലെ റിലീജിയസ് ടോളറൻസ് വന്നു. ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ജാതി വ്യവസ്ഥകൾക്കൊക്കെ എതിരെയുള്ള ആറ്റിറ്റ്യൂഡുകൾ ആൾക്കാർ കൊണ്ടുവന്നു. പ്രൊമോട്ട് പീസ് ആൻഡ് ഹാർമണി. ഓക്കെ, സമാധാനവും ഐക്യതയും ഒക്കെ കൊണ്ടുവന്നു. സോഷ്യൽ ഇക്വാലിറ്റി. ഓക്കെ, സാമൂഹികപരമായിട്ടുള്ള ഒരു സമത്വം കൊണ്ടുവന്നു. തോട്ട്സ് അഗെയിൻ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. ഓക്കെ, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം ഇല്ലാതെയാക്കി. ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളുടെ വളർച്ച. എന്താണ് വന്നത്? പ്രാദേശിക ഭാഷകളുടെ വളർച്ച വന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഓക്കെ, ബ്രദർഹുഡും ഹിന്ദു മുസ്ലിം യൂണിറ്റി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റിയും കൊണ്ടുവന്നു. ഡിഫൈൻ ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഒരു ദൈവത്തിലേക്ക് എന്നെ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഭക്തി. ഈ ഭക്തിയിൽ നിന്നും ഉടലെടുത്ത ഐഡിയാസിനെയും ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞിരുന്നത്. What are the major characteristics of the Bhakti movement that existed between the 7th and 12th century? 7ന്റെയും 12ാം നൂറ്റാണ്ടിന്റെയും ഇടയിലുണ്ടായ ഭക്തി മൂവ്മെന്റിന്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ആസ് വി ഡിസ്കസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്. അവരുടെ ഡിവോഷണൽ സോങ്സ് ഒക്കെ പ്രാദേശിക ഭാഷകളിലാണ് പറഞ്ഞിരുന്നത്. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തിലേക്കുള്ള അവരുടെ എന്താണ്, നമ്മളെ സമർപ്പിക്കല് നമുക്ക് കാണാനായിട്ട് പറ്റി. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഓക്കെ, എല്ലാവരും ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജാതി മതമേന്യല്ല, എല്ലാവർക്കും അതിൽ
പോവാമായിരുന്നു. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ, സ്ത്രീകൾക്കും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു റൈറ്റ് കൊടുത്തു. ദെൻ ഡീപ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡൈറ്റി. ഓക്കെ, അവർ നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അവരിലേക്കുള്ള ഡീപ് ഡിവോഷൻസും നമ്മൾ കൊടുത്തു. റൈറ്റ്. Who was Basavanna and what were his contribution? Basavanna ആരായിരുന്നു? യെസ്, കന്നഡ ദേശത്തിലെ 12ാം സെഞ്ചുറിയിൽ വന്ന ഒരു ഫിലോസഫർ ആയിരുന്നു അല്ലേ. അദ്ദേഹം മേജർ ഐഡിയാസ് അദ്ദേഹത്തിന് എന്തായിരുന്നു? ഫ്രീഡം. എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചു? ഫ്രീഡത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ബ്രദർഹുഡിന് വേണ്ടി പ്രവർത്തിച്ചു, സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, സാമൂഹികപരമായിട്ടും മതപരമായിട്ടൊക്കെയുള്ള വിവേചനമൊക്കെ ഇല്ലാതെയാക്കി. ഓക്കെ, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഈ 3 ടേമും ബസവണ്ണ എന്ന് കേട്ട അപ്പ എഴുതി വെച്ചോളൂ ആടാ. ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, അതേപോലെ സാമൂഹിക നീതി, ഇത് 3ഉം ബസവണ്ണ കൊണ്ടുവന്ന വിഷൻ ആയിരുന്നു, ഐഡിയാസ് ആയിരുന്നു. What were the major activities of വീരശൈവ മൂവ്മെന്റ്? വീരശൈവ മൂവ്മെന്റിൽ നിന്ന് ഒരു സ്ത്രീ ആയിരുന്നു അക്ക മഹാദേവി, നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ. ഈ ഒരു അക്ക മഹാദേവിയുടെ വീരശൈവ മൂവ്മെന്റിന്റെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ബ്രാഹ്മിൻസ് ആയിരുന്നു സൂപ്പർമസിയിൽ ഉണ്ടായിരുന്ന ആ ബ്രാഹ്മണിക്കൽ സൂപ്പർമസിനെയും വേദാന്തസിന്റെ അതോറിറ്റീസ്, ഒത്തന്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളുടെ ആധിപത്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ദെൻ മോണോതെയിസം വാസ് എൻകറേജ്, ഏകദൈവത്വം എന്നത് എൻകറേജ് ചെയ്തു. കൺവിൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. ഓക്കെ, വർക്ക് ചെയ്യാനും ലേബറിനെ കുറിച്ചൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ഹി അപ്പോസ്ഡ് ചൈൽഡ് മാരേജ്. ഓക്കെ, ശൈശവ വിവാഹത്തിനെ എതിർത്തു. എൻകറേജ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി പീരീഡ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ആൻഡ് വിഡോ റീമാരേജ്. ഓക്കെ, സോ ഈ സിസ്റ്റം എല്ലാം മാറ്റിയിട്ട് എന്താണ്, വിഡോ റീമാരേജിനും അദ്ദേഹം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഓക്കെ, ഭർത്താക്കന്മാര് മരിച്ചാൽ വീണ്ടും കല്യാണം കഴിക്കാം എന്ന് പറയുന്ന, വിധവകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ഒരു ആചാരം അദ്ദേഹം കൊണ്ടുവന്നു. റൈറ്റ്. Then who was ഗുരു നാനക്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ആരാണ് ഗുരു നാനക്? അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതൊന്ന് റീകളക്ട് ചെയ്യുക. Then what were the main ideas propagated by Sufis? സൂഫീസിന്റെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? യെസ്, ഒരു ദൈവം എന്നുള്ളതായിരുന്നു. മീനിങ്ലെസ് റിച്വൽസ് എല്ലാം ഇല്ലാതാക്കുക. 12th സെഞ്ചുറിയിലാണ് ഇത് വന്നത്. ദെൻ എംഫസൈസിങ് സിംപ്ലിസിറ്റി, ഡിവോഷൻ ആൻഡ് ലവ്. ഈ 3 കാര്യങ്ങളും ആലോചിക്കുക. ഏതുപോലെ തന്നെയാണ്, ഭക്തി മൂവ്മെന്റ് പോലെ തന്നെയാണ് സിംപ്ലിസിറ്റി, ഡിവോഷനും ലവ് ഒക്കെയാണ് ഇവര് കൊണ്ടുവന്നിരുന്നത്. What are qualies? Where are they performed? Qualies എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പുതിയതായിട്ട് കേൾക്കണതാണ് അല്ലേ. നമുക്ക് നോക്കാം. Qualies are devotional songs. Qualies എന്തായിരുന്നു? Devotional songs ആയിരുന്നു. Rendered in a special chanting style called sama, performed in the Sufi centers. Sufi centersൽ നമ്മൾ പാടുന്ന ഒരു സ്പെഷ്യൽ ചാൻറ്റിങ് സോങ്, സുമ എന്ന് പറയുന്ന ഒരു ഡിവോഷണൽ സോങ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാലീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സോ ദെൻ അപ്പൊ ഇത്രയുമാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്സ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് ശിവ ഡൈറ്റീസ് ആരൊക്കെയാണ്, അതേപോലെ തന്നെ ആൾവാർസ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്ത് പോയ പേരുകളാണ്, അതുകൊണ്ടാണ് ടീച്ചർ ഇനി ഒന്നും കൂടെ പറയാത്ത. അപ്പം അങ്ങനത്തെ ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ശ്രദ്ധിക്കാം. സോ സെക്കൻഡ് ചാപ്റ്ററിലെ മെയിൻ കണ്ടന്റ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭക്തി മൂവ്മെന്റിനെ കുറിച്ചും സൂഫി മൂവ്മെന്റിനെ കുറിച്ചുമാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? നമ്മൾ എല്ലാ മേഖലകളും തൊട്ടുപോയി. നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും പറഞ്ഞു. ഓക്കെ, സോ ലെറ്റ്സ് സീ our third chapter, that is Constitution, Path and Guiding Light. Okay, നമ്മുടെ ജനാധിപത്യത്തിനെ കുറിച്ചാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന്. ആരാ ഇത്? നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ടീച്ചർ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട് അല്ലെ, ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. ഇത് ആരാന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? യെസ്, ദിസ് ഈസ് Dr. B.R.
അംബേദ്കർ. Who is അംബേദ്കർ? ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ ആണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, വേണം അല്ലെ, നമ്മൾക്ക് ഒരു ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോവാനായിട്ട് സാധിക്കുള്ളൂ. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. The strengthening of nationalism led to the formation of many regional organizations against foreign domination in different parts of India. Okay, നാഷണലിസത്തിന്റെ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് പല റീജിയണൽ ഓർഗനൈസേഷൻ, പ്രാദേശിക സംഘടനകളുടെ വളർച്ചയാണ്. ഈ പ്രാദേശിക സംഘടനകൾ എന്തിനു വേണ്ടി വന്നതാണ്? എഗെയിൻസ്റ്റ് ഫോറിൻ ഡോമിനേഷൻ. ഓക്കെ, ഫോറിൻ ഡോമിനേഷനെതിരെ വന്ന പ്രാദേശിക സംഘടനയിലാണ് നമ്മുടെ നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വളർന്നത്. The main objective of the freedom struggle were not only to end foreign rule but also to ensure a better social political life for every Indian. അപ്പോൾ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിന്റെ, നമ്മുടെ സ്വതന്ത്ര സമരത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫോറിനേഴ്സിനെ കളയാന്നുള്ളത് മാത്രമല്ലായിരുന്നു, എന്തും കൂടെ ആയിരുന്നു, ബെറ്റർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഫോർ എവ്രി ഇന്ത്യൻ. എല്ലാ ഇന്ത്യക്കാരനും നല്ല രീതിയിലുള്ള സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനുള്ള ചാൻസ് കൊടുക്കാനും കൂടെ ആയിരുന്നു. ഇതിന് മുൻതൂക്കം നിന്ന ആളാണ് ആര്? ഗാന്ധിജി. Okay, he demanded for democracy based on social justice. എങ്ങനത്തെ ജനാധിപത്യം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു? സാമൂഹിക നീതിയോടുകൂടി എല്ലാവർക്കും ഒരേപോലെയുള്ള നീതി വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. With the advent of Gandhi, the freedom movement transferred itself into a mass movement. Freedom movement ഒരു മാസ് മൂവ്മെന്റ് ആയി മാറി. Okay, എന്താണ് പാർലമെന്ററി ഡെമോക്രസി? പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യും. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മിക്കുന്ന ആള്, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം നടപ്പിലാക്കുന്ന ആൾക്കാര്. നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരെ, നിയമം നിർമ്മിക്കുന്ന ആൾക്കാര് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പാർലമെന്ററി ഡെമോക്രസി എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ക്ലിയർ? Then popular sovereignty. All the power of the nation originate from the people. എല്ലാ പവറും ആരിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതാണ്? ജനങ്ങളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതാണ്. Then ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, മൗലിക അവകാശങ്ങൾ നമുക്കറിയാം, നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട്. അതെന്താണ്? ഓരോ മനുഷ്യനും എന്തായാലും കിട്ടേണ്ട അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? മൗലിക തത്വങ്ങൾ അല്ലെ, നമ്മുടെ സമൂഹത്തിന് ചെയ്യേണ്ട, നമ്മുടെ രാജ്യത്ത് ചെയ്യേണ്ട ഡ്യൂട്ടീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡയറക്ഷൻ ഗിവൺ ടു സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ്. ഓക്കെ, ഒരു രാഷ്ട്രത്തിന് നമ്മൾ ഇൻ ദ സെൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഡയറക്ഷൻ ആണ് എന്തിനു വേണ്ടിയിട്ട്? സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ്, സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾക്ക് കുറിച്ച് ഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, then what are the major functions of the constitution? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്? It establishes the rights and duties of citizen. ഒരു സിറ്റിസന്റെ റൈറ്റ്സും ഡ്യൂട്ടീസും, ഓക്കെ, അവകാശങ്ങളും ജോലികളും, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നു. Then defines and delimits the power of the government. ഓക്കെ, ഗവൺമെന്റിന്റെ പവറുകളെയൊക്കെ ഡീലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോളിൽ വെക്കുന്നു. Define the basic values and ideas of the nation. Okay, basic value, ഒരു സമൂഹത്തിനുള്ള ബേസിക് വാല്യൂം അതേപോലെ തന്നെ നേഷന് വേണ്ടത്തുള്ള ബേസിക് ഐഡിയാസും കൊടുക്കുന്നു. പ്രിസർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, ജനങ്ങൾക്ക് യൂണിറ്റി എന്താണ്? എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ള ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കാത്തു സൂക്ഷിക്കുന്നു. Then another important section, features of constituent assembly. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്.
ആദ്യത്തെ ഫീച്ചർ ആണ് ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് നടന്നത് എപ്പോഴാണ്? 9th December 1946 മറക്കോ ഇനി നാളെ? മറക്കരുത് കേട്ടോ. Then the elected chairman Dr. Rajendra Prasad. അന്ന് എലക്ട് ചെയ്ത ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. Then Constitution adopted and signed on 26 November 1949. Constitution നിലവിൽ വന്നത് 26 November 1949 ആയിരുന്നു. നമുക്കറിയാം അല്ലേ? Came into effect on, പ്രാബല്യത്തിൽ വന്നത് 1950 ഓക്കെ, 1950 ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. നമ്മൾ ആദ്യം കാണിച്ചു അല്ലേ? ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days. 2 കൊല്ലം 11 മാസം 17 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടോ. എഴുതിയതിൽ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും വലിയ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തിൽ നിന്നും വരാൻ പോകുന്ന മേജർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മേജർ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? What ideas did Gandhiji wish to have in the future constitution of India? Okay, ഗാന്ധിജി നമ്മുടെ ഭാവി ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്? സൊവേർണിറ്റി വേണം, ഓക്കെ, ഇക്വാളിറ്റി സമത്വം വേണം, ഫ്രട്ടേണിറ്റി എന്താണ് സാഹോദര്യം വേണം, ജെൻഡർ ജസ്റ്റിസ് ഓക്കെ ആർക്കും ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ഇക്കോണമി ഓക്കെ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവണം. ദെൻ സർവോദയ എല്ലാവർക്കും വെൽഫെയർ ഓക്കെ എല്ലാവർക്കും വെൽഫെയർ വേണം. സ്വദേശി എല്ലാവർക്കും സെൽഫ് റിലയൻസ് വേണം. ദെൻ നോൺ വയലൻസ് അഹിംസ. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞിരുന്നത്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് ഓക്കെ കുട്ടികളുടെ അവകാശമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നാളെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു പ്ലക്കാർഡോ എന്തെങ്കിലും തന്നിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ എഴുതാൻ പറയും. ഏതൊക്കെ ലോ ആണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഓക്കെ ദെൻ ജുവലൈൻ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. Which act ensure the safety of children? ഓക്കെ ഏത് ആക്ട് ആണ് കുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നത്? ഏത് ആക്ട് ആണ്? ദാറ്റ് ഈസ് പോക്സോ ആക്ട്. ഏത് ആക്ട് ആണ്? പോക്സോ ആക്ട് ആണ്. ഓക്കെ എവ്രി ചൈൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. എവ്രി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലീവ് സേഫ്ലി വിത്തൗട്ട് ഫിയർ ഇൻ ദ സൊസൈറ്റി. ഓക്കെ എല്ലാവർക്കും എന്തുണ്ട്? സമൂഹത്തെ പേടിക്കാണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. A child must be able to identify the uncomfortable and unsafe touches, looks, actions, etc. from any person. ആരെങ്കിലുടെ കയ്യിൽ നിന്നും വേണ്ടാത്തൊരു നോട്ടമോ ആക്ഷനോ തൊടലോ എന്തെങ്കിലും ഉണ്ടായാൽ അതൊരു കുട്ടിക്ക് മനസ്സിലാക്കിയെടുക്കണം. They should be capable enough to say no to such act. അപ്പം എന്താണ്? നോ തന്നെ. നമ്മളെ എന്തെങ്കിലും വേണ്ടാത്തത് ആരെങ്കിലും ചെയ്യാനോ പറയാനോ നോക്കിയാലോ വി വാണ്ട് ടു സേ എ ബിഗ് നോ. ഒരു വലിയ നോ തന്നെ പറയാനുള്ള ഒരു റൈറ്റ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ ആൻഡ് വി ഓൾസോ ഹാവ് ദ എബിലിറ്റി ടു കംപ്ലൈൻറ്റ് ദ അതോറിറ്റീസ്. അതോറിറ്റീസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള റൈറ്റും നമുക്ക് ഉണ്ട്. ആ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അതോറിറ്റീസ് ആയിരിക്കും. ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഹാസ് സെറ്റ് അപ്പ് ടു മോണിറ്ററിംഗ് സെൽ പോക്സോ മോണിറ്ററിംഗ് അണ്ടർ സെക്ഷൻ 44 ഓഫ് ദ പോക്സോ ആക്ട്. ഓക്കെ പോക്സോ ആക്ടുകളും നമ്മുടെ കുട്ടികൾക്കുള്ള
റൈറ്റ്സും എല്ലാം ക്ലിയർ ആയിട്ട് നടന്നു പോകുന്നുണ്ടോ എന്നറിയാൻ സെക്ഷൻ 44 പ്രകാരം നമുക്ക് എന്തുണ്ട്, ഒരു കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആക്ടുകളുടെ അപ്പൊ ചൈൽഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, അതേപോലെ തന്നെ പോസ്കോ ആക്ട് പറഞ്ഞ, പിന്നെ കുറച്ച് ലോസ് ടീച്ചർ പറഞ്ഞില്ലേ, ഇത്തരം പേരുകൾ നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. അതിൽ നിന്നും ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. Then what is republic? Republic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Republic is a system in which head of the state is an educated person. നമ്മൾ റിപ്പബ്ലിക് ഡേ എന്നൊക്കെ പറയൂ അല്ലേ? റിപ്പബ്ലിക് ഡേ ആണ്, സ്കൂളില്ല, പക്ഷെ സ്കൂളിൽ പോകണം, മിഠായി തരും എന്നൊക്കെ നമ്മൾ പറയും. സോ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരായിരിക്കും? രാഷ്ട്രത്തിന്റെ തലവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. Thus our constitution insists that the president of the country shall be an elected person. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? പ്രസിഡന്റും ഒക്കെ എന്താണ്? ഇലക്റ്റഡ് പേഴ്സൺസ് ആണ് എന്നാണ് പറയുന്നത്. Then what is a constitution? എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? യെസ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലീഗൽ അതോറിറ്റി ആണ് അല്ലേ? ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അതോറിറ്റിയാണ്. ഇറ്റ് കംപ്രൈസസ് ഓഫ്, അതിൽ എന്തൊക്കെയുണ്ട്? ബേസിക് ഐഡിയാസ് ഉണ്ട്, ദെൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് ദ കൺട്രി, ഒരു രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളെ കുറിച്ചെല്ലാം എഴുതിയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇന്ന് ഏതിന്റെ ബേസിസിലാണ്? ഈസ് ബേസ്ഡ് ഓൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിലാണ് എല്ലാ രാജ്യവും ഇന്ന് നിലനിന്ന് പോകുന്നത്. What are the components of the content of the Indian Constitution? Okay, Indian Constitutionന്റെ മേജർ കോമ്പണന്റുകൾ എന്തൊക്കെയാണ്? പ്രിയാമ്പിൾ, നമുക്കൊരു ആമുഖമുണ്ട്, 395 ആർട്ടിക്കിൾസ് ഉണ്ട്, 12 ഷെഡ്യൂൾ, 12 ഷെഡ്യൂളുകളും അതിനെ 22 ഭാഗങ്ങളുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു പ്ലക്കാർഡ് പോലെ തന്നിട്ട് ഇതിനെ പൂരിപ്പിക്കാനൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആവുമ്പോൾ. Then what are the 6 fundamental rights? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക. നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റുകളാണുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് നമുക്കുള്ളത്. വാട്ട് ഈസ് ബൈകാമറൽ ലെജിസ്ലേച്ചർ? എന്താണ് ബൈകാമറൽ ലെജിസ്ലേച്ചർ? ഒരു രാജ്യം വലുതാണെങ്കിൽ എല്ലാവരും ബൈകാമറൽ ലെജിസ്ലേച്ചറിലേക്കായിരിക്കും പോവുക. ഓക്കെ, കൺട്രീസ് ഓഫ് എ ലാർജർ സൈസ് ആൻഡ് ഡൈവേഴ്സിറ്റി യൂഷ്വലി ഹാവ് ബൈകാമറൽ ലെജിസ്ലേച്ചർ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റെപ്രസെന്റിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതായിരിക്കും? ഈ പറയുന്ന പീപ്പിൾ ആൻഡ് റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലം, ഒരു കൺട്രി വലുതാണെങ്കിൽ എല്ലാവരും ഒരു ബൈകാമറൽ ലെജിസ്ലേച്ചറിലേക്കായിരിക്കും പോവുക. ക്ലിയർ? What are the directive principles of state policy? Directive principles of state policy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടീച്ചർ അപ്ലൈ പറഞ്ഞു തന്നു അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഡയറക്ഷൻസിനെയാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിന്റെ 2 എക്സാമ്പിൾ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏതൊക്കെ? ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്, ഈക്വൽ വേജ് ഫോർ ഈക്വൽ വർക്ക് ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. ഓക്കെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ വേതനം കൊടുക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ബൈ കൺസേർവിംഗ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഓക്കെ, നമ്മുടെ കാടുകളെയും വൈൽഡ് ലൈഫിനെയും മൃഗങ്ങളെയും ഒക്കെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ മേജർ ലോസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ ലോസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് പ്രൊട്ടക്ഷൻ, നാഷണൽ സെക്യൂരിറ്റി, ചൈൽഡ് ലേബർ, ഡിസാസ്റ്റർ, ഫുഡ് മാനേജ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എല്ലാം നമുക്ക്, പോസ്കോ ആക്ടുകൾ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടുകൾ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും.
അപ്പൊ ഇത്രയുമാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് പോലെ വരുന്നത് കൊണ്ട് തന്നെ ഇതിന്ന് നമുക്ക് ABC സെക്ഷൻസ് ഇട്ട് ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ് പോസ്കോ ആക്ടുകൾ. ഓക്കെ, പോക്സോ ആക്ടും അതേപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. So let's move to the final chapter. Okay, that is chapter 4, from injustice to justice. Injustice, അനീതിയിൽ നിന്നും നീതിയിലേക്ക്. നമുക്കറിയാം ഈ ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, മാർജിനലൈസേഷൻ അല്ലേ, അരികുവൽക്കരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സമൂഹത്തിൽ സർട്ടേൺ പീപ്പിൾ എന്താണ്, ഒരു ഇത്തിരി ഉള്ള ആൾക്കാരെ മാത്രം മാറ്റി നിർത്തപ്പെടുക, അവര് മാത്രം മാർജിനലൈസ്ഡ് ആവുക. കൂടുതലും അത് ഏതൊക്കെ കേസസിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, ഇറ്റ്സ് ഡിസ്ക്രൈബ് അബൌട്ട് വിമൻ, ദളിത്, ട്രൈബൽസ് അല്ലേ, സ്പെഷ്യലി ഏബിൾഡ് പേഴ്സൺസ്, ഇവരെയൊക്കെയാണ് നമ്മൾ മാർജിനലൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ, in this chapter we will be discussing in detail the injustice happening to different social groups in our country, in our society. Okay, നമ്മുടെ സമൂഹത്ത് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്, പല സോഷ്യൽ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാണ്, അനീതി, ഇന്നും they are facing some problems. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ഇൻജസ്റ്റിസ്, അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പറയും അല്ലേ, അവരോട് ഭയങ്കര അനീതിയാണ് കാണിക്കുന്നത്, ഇങ്ങനെ കാണിക്കരുത് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ അവർക്ക് നീതി കൊടുക്കണം എന്ന് നമ്മൾ പറയും അല്ലേ, മിക്ക കേസസിലും. സോ ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റിസ് ഫോർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പല കേസുകളൊക്കെ വരുമ്പോൾ അല്ലേ, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുപോയിട്ടുണ്ടാവും. സോ ഇൻജസ്റ്റിസ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ മാത്രം ചില കാര്യങ്ങളിൽ നിന്നും എക്സ്ക്ലൂഷൻ, എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്താക്കുക. ഓക്കെ, അവരുടെ ഓപ്പർച്യൂണിറ്റീസിനെ, അവരുടെ അവസരങ്ങളെ ഇല്ലാതാക്കുക, അവർക്കെതിരെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരിക. ഓക്കെ, സാമൂഹികമായിട്ടുള്ള വിവേചനം കൊണ്ടുവരിക. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഇൻജസ്റ്റിസ് അഥവാ അനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, marginalization is the process of excluding some groups from places where they deserve equal consideration. ഒരേപോലെ കൺസിഡറേഷൻ ഉള്ളവരായിരിക്കാം, പക്ഷെ ചിലവരെ മാത്രം നമ്മൾ മാറ്റി നിർത്തും. ഇപ്പൊ ക്ലാസ്സിൽ എല്ലാവരും വരുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്, പക്ഷെ കുറച്ച് ഗ്രൂപ്പിനെ മാത്രം മാറ്റി നിർത്താം. ഓക്കെ, ഈ ചാപ്റ്റർ തുടങ്ങുന്നത് അബ്ദുൽ കലാമിന്റെ ഒരു സ്റ്റോറിയിലൂടെയാണ്. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ ആ സ്റ്റോറി? എങ്ങനെയാണ്? അബ്ദുൽ കലാം ക്ലാസ്സിൽ വരുന്നു, ഹീസ് എ മുസ്ലിം ആണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒരു ഹിന്ദു കുട്ടിയുടെ അടുത്ത് ഇരിക്കുകയാണ് അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? അബ്ദുൽ കലാമിനെ മാറ്റി ഇരുത്തും. സോ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഈ ഹിന്ദു കുട്ടിയുടെ അച്ഛൻ എന്ത് വരികയാണ് അല്ലെ, ടീച്ചറോട് ചോദിച്ചിട്ട് എന്തിനാണ് ഒരു മുസ്ലിം എന്നതിൻ്റെ പേരിൽ അബ്ദുൽ കലാമിനെ മാറ്റിയിരുത്തിയത് എന്ന് ഈ ഹിന്ദു കുട്ടിയുടെ അച്ഛൻ ചോദിച്ചിട്ട് വരികയാണ്. സോ അബ്ദുൽ കലാം സ്റ്റിൽ റിമെമ്പറിങ് ദാറ്റ് അല്ലെ, അബ്ദുൽ കലാം ഇപ്പോഴും അത് ആലോചിക്കുകയാണ് അങ്ങനെ നടന്നത്. സോ എന്താണ്, ഒരു സ്പെഷ്യൽ സെക്ഷൻ എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടു. ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് മാർജിനലൈസേഷൻ. ഓക്കെ, സോ പ്രാക്ടീസസ് ഫോളോഡ് ഫോർ മാർജിനലൈസേഷൻ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാർജിനലൈസേഷൻ സംഭവിക്കുന്നത് നോക്കാം. willfully excluding groups on account of their caste, ജാതി, മതത്തിന്റെ പേരിൽ, ആൻഡ് ഡിനൈഡ് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസവും ജോലിയോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. some were denied opportunities and were not even treated as individuals. ഓക്കെ, അവരെ ഒരു മനുഷ്യനായിട്ട് പോലും കാണാത്ത വിധത്തിൽ എന്താണ്, അവരെ മാറ്റി നിർത്തപ്പെടുകയാണ്. റീസൺസ് ഫോർ വിച്ച് മാർജിനലൈസേഷൻ ടേക്സ് പ്ലേസ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് നോക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടാവാം. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കൊണ്ടാവാം.
And it also occurs due to intentional exclusion of people based on their caste, religion, tribe or gender status. Okay, ജാതി, മതം, ട്രൈബൽ ഇഷ്യൂസ് ഇതിൻ്റെ എല്ലാം പേരിലായിരിക്കാം ഇത്തരം ഒരു മാർജിനലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, social reformers who fought against this exclusion and worked to create a more just and equitable society for Dalits. അപ്പോൾ ഇതിനെതിരെ പ്രവർത്തിച്ച ആൾക്കാർ ആരൊക്കെയായിരുന്നു? മഹാത്മാ അയ്യങ്കാളി മാർജിനലൈസേഷനെതിരെ പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരു, ജ്യോതിറാവ് ഫുലെ, സാവിത്രിബായി ഫുലെ, പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ, ഇത്രയും പേരാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ ഭരണഘടന, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനു വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കുന്നത് നോക്കാം. ഡിസ്ക്രിമിനേഷൻ ഹിൻഡേഴ്സ് സോഷ്യൽ പ്രോഗ്രസ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് വിവേചനം സാമൂഹിക പ്രോഗ്രസിനെ, ഓക്കെ, സോഷ്യൽ പ്രോഗ്രസിനെ ഇല്ലാതെയാക്കും. ക്രിയേറ്റ് ഇക്കണോമിക് ഇൻഇക്വാളിറ്റി. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള ഒരു അസമത്വം കൊണ്ടുവരും. ദെൻ ഡിനേ സേഫ് ഫിസിക്കൽ എൻവിയോൺമെന്റ്. ഓക്കെ, ഒരു നല്ലൊരു ഫിസിക്കൽ എൻവിയോൺമെന്റ് എടുക്കുന്നില്ല. ക്രിയേറ്റ്സ് വാർ ഓർ കോൺഫ്ലിക്റ്റ് വിത്തിൻ ദ സൊസൈറ്റി. സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ വാറും കോൺഫ്ലിക്റ്റുകളും വരും. ദെൻ സിറ്റിസൺസ് ടെൻഡ് ടു ഷിഫ്റ്റ് ടു അതർ കൺട്രീസ് ഇൻ സെർച്ച് ഓഫ് ജോബ്സ് ആൻഡ് ലിവിങ്. ഓക്കെ, ആൾക്കാർക്ക് വേറൊരു സ്ഥലത്തിലേക്ക് പോവാനുള്ള ഒരു ടെൻഡൻസി കാര്യങ്ങളെല്ലാം ഇതിലൂടെ സംഭവിക്കും. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർജിനലൈസേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പം മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? യെസ്, ദാറ്റ് ഈസ് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ മാറ്റി നിർത്തുക. അപ്പം നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഡിഫൈൻ ദ ടേം മാർജിനലൈസേഷൻ. മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. It is the process of excluding some groups from the places where they deserve equal consideration. ഒരേപോലെയുള്ള കൺസിഡറേഷൻ അവർക്ക് അർഹതയുണ്ടെങ്കിലും അവരെ അതിൽ നിന്നും എന്ത് ചെയ്യാണ്? മാറ്റി നിർത്തുന്നു. ഈക്വൽ കൺസിഡറേഷൻ ഉണ്ട്, പക്ഷേ ഇവരെ നമ്മൾ മാറ്റി നിർത്താണ്. ഇതിനെയാണ് നമ്മൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. Clear? What are the practices followed for marginalization? മാർജിനലൈസേഷന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണ്? Certain groups were excluded willfully on account of their caste, religion or class. ഓക്കെ, അവരുടെ ജാതി മതഭേദമന്യേ ചില പീപ്പിളെ എല്ലാ കാര്യത്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നു, പുറത്താക്കുന്നു. Some groups were denied employment and education. ചിലവർക്ക് എംപ്ലോയ്മെന്റും എഡ്യൂക്കേഷനും ഒന്നും തന്നെ ലഭിക്കുന്നില്ല, ഡിനൈ ചെയ്യുന്നു. Some groups were denied opportunities and were not even treated as individuals. Okay, എന്താണ്? ചിലവരെ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കൊടുക്കാതെ they are not even treated as individuals. അവരൊരു മനുഷ്യനാണ് എന്നൊരു രീതിയിൽ പോലും എന്ത് ചെയ്യുന്നില്ല? ഇവരെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, who faces marginalization in the society? സൊസൈറ്റിയിൽ ആരാണ് അരികുവൽക്കരണം അനുഭവപ്പെടുന്ന ആൾക്കാർ? ദാറ്റ് ഈസ് വിമൻ, അല്ലേ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റീസ്, അല്ലെ, ലോവർ കാസ്റ്റ് ഓഫ് പീപ്പിൾ, പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ, റെഫ്യൂജീസ്, അല്ലെ, പുറത്തുനിന്നും വന്നവര്, റെഫ്യൂജീസ്, അഭയാർത്ഥികൾ, ഓക്കെ, ദരിദ്രം അനുഭവിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് കൂടുതലായിട്ടും അരികുവൽക്കരണം അനുഭവിക്കുന്ന ആൾക്കാർ കേട്ടാ. Then give few examples of injustice in our society. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ ഏതൊക്കെയാണെന്നാ പറയണേ? എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം മൈൻ സ്ട്രീം. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, കുറച്ചു പേരെ മാത്രം മാറ്റി നിർത്തുന്നു. ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ സം എക്സാമ്പിൾ ഓഫ് ഇൻജസ്റ്റിസ് ഇൻ ടു അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് എന്താ? ഈ കുറച്ചു പേർക്ക് മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുന്നത്. ഓക്കെ, ഹൗ ഡിഡ് ജ്യോതിറാവ് ഫുലെ ആൻഡ്
സാവിത്രിബായ് ഫുലെ ഹെൽപ്സ് ദളിത് ഫ്രം മാർജിനലൈസേഷൻ. ദളിതരെ അരികുവൽക്കരണത്തിൽ നിന്നും ജ്യോതിറാവ് ഫുലെയും സാവിത്രിബായ് ഫുലെയും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത്? ആദ്യത്തെ ആൾ ആരാ? ജ്യോതിറാവ് ഫുലെ ആണ് അല്ലേ? നമുക്ക് നോക്കാം. ദളിത് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ കമ്മ്യൂണിറ്റി. ദളിത് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ പറയുന്ന പേരാണ് ദളിത് എന്ന് പറയുന്നത്. ഏത് കമ്മ്യൂണിറ്റിയാണ്? വിച്ച് ആർ സബ്ജക്റ്റഡ് ടു കാസ്റ്റ് ആൻഡ് റിലീജിയസ് എക്സ്പ്ലോയിറ്റേഷൻ. ജാതിപരമായും മതപരമായും ചൂഷണം അനുഭവിച്ച ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ ദളിതർ എന്ന് പറയുന്നത്. ഓക്കെ, ജാതിപരമായും മതപരമായും ചൂഷണം അനുഭവിക്കുന്ന സമൂഹത്തിലെ ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ദളിതർ എന്ന് പറയുന്നത്. ക്ലിയർ? The term was used by Jyotirao Phule, who initiated social change during his time. അദ്ദേഹം എന്ത് ചെയ്തു? ജ്യോതിറാവ് ഫുലെ ഒരു സോഷ്യൽ ചേഞ്ച്, സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റം തന്നെ കൊണ്ടുവന്നു. ഫുലെ എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വിമൻ ആൻഡ് ദളിത്. ഓക്കെ, വിമൻസിനും സ്ത്രീകൾക്കും ദളിതർക്കും ഫുലെ എന്ത് കൊണ്ടുവന്നു? ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം പല സ്ത്രീകൾക്കും ലോവർ കാസ്റ്റ് എന്നതിന്റെ പേരിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുലെ എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വിമൻ ആൻഡ് ദളിത്. ഓക്കെ, Savitribai Phule, she was the headmistress of India's first school for girls in Pune. പൂനെയിൽ ഗേൾസിന് വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു സാവിത്രിബായ് ഫുലെ. ഓക്കെ, എ നൈറ്റ് സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഫാമേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഇവരെന്തും കൂടെ ചെയ്തു? രാത്രി കാലങ്ങളിൽ ഫാമേഴ്സിന്, ഓക്കെ, കർഷകർക്കും വർക്കേഴ്സിനും പണിക്കാർക്കും പഠിക്കാൻ വേണ്ടി ഒരു നൈറ്റ് സ്കൂൾ എല്ലാം ഇവര് ക്രിയേറ്റ് ചെയ്തു. Then Pune University was renamed as Savitribai Phule Pune University in recognition of her great contributions in the field of education. എന്താണ് പറഞ്ഞത്? പിന്നീട് ഈ പൂനെ യൂണിവേഴ്സിറ്റിനെ റീനെയിം ചെയ്ത് സാവിത്രിബായ് ഫുലെ യൂണിവേഴ്സിറ്റി, പൂനെ യൂണിവേഴ്സിറ്റി എന്ന് മാറ്റുകയുണ്ടായി. കാരണം ഇവരെന്ത് ചെയ്തു? They provided very much contributions into the field of education. Okay, then who is E.V. Ramasamy Naikar and what movement did he find? ഓക്കെ, ആരാണ് E.V. രാമസ്വാമി നായ്ക്കറും അവർ ഉണ്ടാക്കിയ മൂവ്മെന്റ്, പ്രസ്ഥാനം എന്താണ്? E.V. Ramasamy Naikar is the founder of self-respect movement and was one of the leading anti-caste activists in India. ഇന്ത്യയിലെ ഒരു ആന്റി കാസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിരുന്നു ആരാണ്? E.V. Ramasamy Naikar എന്ന് പറയുന്നത്. ബീയിങ് എ സോഷ്യൽ റിഫോമർ, ഒരു സോഷ്യൽ റിഫോമർ ആയതുകൊണ്ട് തന്നെ he stood against social discrimination. അവർ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എതിരെ പ്രവർത്തിച്ചു. which was based on Brahmin dominance. ഓക്കെ, എന്ത് ഡോമിനൻസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്? അവിടെ ബ്രാഹ്മണൻ ഡോമിനൻസ് ആയിരുന്നു. and also emphasized the importance of women education. സ്ത്രീകളുടെ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ 4 ചാപ്റ്ററെ കുറിച്ചും ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് ടീച്ചർ വിചാരിക്കുന്നു അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അത് കഴിഞ്ഞിട്ട് 2 എംപയറിനെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിൽ ഭക്തി സൂഫി മൂവ്മെന്റ്, തേർഡ് ചാപ്റ്റർ അബൌട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫോർത്ത് ചാപ്റ്റർ അബൌട്ട് മാർജിനലൈസേഷൻ അല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ നാളത്തെ എക്സാമിനെ കുറിച്ച് ആർക്കും പേടിയില്ല എന്ന് ടീച്ചർക്ക് മനസ്സിലായി. കാരണം എന്താ? ക്ലിയർ ആണ് അല്ലേ? നമ്മളെല്ലാ പോയിന്റ്സിലൂടെയും ക്വസ്റ്റ്യൻസിലൂടെയും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യാം? നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇത് ആക്ടിവിറ്റി ബേസ്ഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നന്നായി ഇരുന്ന് വായിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിൽ വരാനായിട്ട് പോകുന്നത്. Okay, so teacher hopes that everything is clear for all.
ഓക്കെ, സോ എന്ത് ചെയ്യുക, നാളെ എക്സാം നന്നായി റിലാക്സ്ഡ് ആയിട്ട് നന്നായിട്ട് എഴുതുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പം നാളത്തെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഓണം സെലിബ്രേഷനും ഓണം വെക്കേഷനും ഒക്കെയാണ്. സോ ഫസ്റ്റ് ടീച്ചർ എന്ത് വിഷ് ചെയ്യണോ, എല്ലാവർക്കും നാളത്തെ എക്സാമിന് വെരി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായി എക്സാം ചെയ്ത ആൻഡ് ഹോപ്പ് നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമുക്ക് എഗെയിൻ നമ്മൾ സെലിബ്രേഷൻ മൂഡിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. സോ എക്സാം പോയിന്റിന്റെ വക വിഷിംഗ് എ വെരി അഡ്വാൻസ് ഹാപ്പി ഓണം ഫോർ ഓൾ. ഓക്കെ, അപ്പം എല്ലാവരും സേഫായി വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.